Happy Peanut Butter. Happy Peanut Butter, a healthy source of protein. ബോയ് നെക്സ്റ്റ് ഡോർ, മാൻ നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയുന്ന ഒരു ഇവനെ പോലെ ഒരു ഓപ്പണിംഗ് കിട്ടിയ ആളില്ല. മറ്റേ സ്ട്രൈക്കിംഗ് റേറ്റ് നോക്കിയപ്പോൾ ഞാൻ അടിച്ചതെല്ലാം സിക്സ് ഒരു കൂളാണോ പരിപാടി? ആദ്യം അത്ര കൂളായിരുന്നില്ല. എല്ലാ സിനിമയ്ക്കും ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര നെർവസ്. സിനിമ എന്താവും. പിന്നെ ഒരു അധികം പടങ്ങൾ നല്ലതല്ലാതെ പോയല്ലോ കുറെ, അപ്പൊ അതൊരു സെറ്റായി. അജു ഈ പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെയല്ല, മറ്റേ മെനു പോലെയാണ്. ഒരു ഡയലോഗ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, പുള്ളി അഭിനയിച്ച് കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഓപ്ഷന്, അങ്ങനെ ഒരു 2, 3, 4 ഓപ്ഷനൊക്കെ കൊടുക്കണം. അപ്പൊ ഞാൻ മാറിയിരുന്ന് ഇങ്ങനെ ഇതെന്ത് പരിപാടിയാ, ഇതെന്താ എവിടുന്ന് പഠിച്ചതൊക്കെ. ഒരു സാധാരണക്കാരൻ ഐഡന്റിറ്റിയിൽ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ അത്തരം റോളുകൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനത്തെ ഒരു സർവമായ പോലെ, വടക്കൻ സെൽഫി പോലെ. നിവിന് ഒറ്റ സിംഗിൾ സ്വിച്ചിൽ ഇപ്പുറത്ത് സക്സസിൽ കയറി വരാൻ പറ്റുന്ന ഇപ്പോഴത്തെ ആക്ടറിൽ ഒന്നാമത്തെ ആളാണ് നിവിൻ. ആ സ്വിച്ചിന് 1 ഇയർ ഞാൻ എന്റർടൈൻമെന്റ് സിനിമകൾ മതി, അല്ലെങ്കിൽ അത്തരം സ്ക്രിപ്റ്റുകൾ ചെയ്താൽ മതി എന്നുള്ള ഒരു തോട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് സംഘടനകളൊക്കെ അച്ഛൻ്റെ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ പുള്ളി വരും, കാറിൽ കയറി വരുന്നത്. പുള്ളിക്ക് കോസ്റ്റ്യൂം ഉണ്ടോ ചോദിക്കും, ഒന്നും അറിയില്ല, പക്ഷെ റോളിന് ഉറപ്പാണ്. അപ്പോൾ ഇവരൊക്കെ നല്ല പണി അറിയാത്തവർ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അൽഫോൺസിലൂടെയാണെങ്കിൽ നമ്മളൊരു ഇത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഴുത്തുകാരിലൊക്കെ നടക്കുന്നു. ബാക്ക് ടു ഫ്രണ്ട്സ്, അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഭയങ്കര അങ്ങനത്തെ പരിപാടികൾ മാത്രം ഫോക്കസ് ചെയ്ത് പോവാം. പക്ഷെ ഞാൻ ഞെട്ടിപ്പോ നിവിൻ പെർഫോം ചെയ്ത് നമ്മൾ ഷോർട്ട് കട്ട് ചെയ്തിട്ടില്ല. അതിൽ 2 സീനുകൾ വരുന്നുണ്ട്, വിത്തൗട്ട് കട്ടാണ് പോകുന്നത്. അപ്പോൾ നിവിൻ അത് പറഞ്ഞു തുടങ്ങിയിട്ട് നമുക്ക് തോന്നാണിത് ബ്രേക്ക് ചെയ്യണ്ടല്ലോ. പിന്നെ ഒരാൾ പെർഫോം ചെയ്ത് നമുക്കറിയാം സിംഗിൾ ഷോട്ട് വെച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ 2 തവണയായിട്ട് 2 ഷോട്ടുള്ളൂ, പക്ഷെ ആ 2 ഷോട്ട് എനിക്ക് ഇതിനകത്ത് ഫേവറേറ്റ് ആണ്. ഫോണിലിടയ്ക്ക് എന്തോ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തു. വിനീത് എഴുതി അഖിൽ സംവിധാനം ചെയ്യുന്ന രീതിയിൽ ഒരു സിനിമ നമുക്ക് പ്ലാൻ ചെയ്തിരുന്നു. അച്ഛൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, അച്ഛനും പ്രിയനങ്ങളും ഒരു ഹോട്ടൽ റൂമിൽ കിടക്കാണ് മദ്രാസിൽ, ഒരു 80s. അപ്പോൾ ലാൽ സാറ് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഇവൻ സ്റ്റാറായി നമ്മൾ രക്ഷപ്പെട്ടല്ലേ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് സംഭവിച്ചു. ക്രിസ്മസ് റിലീസായി സർവമായ തിയേറ്ററുകളിൽ എത്തുന്നു. നിവിൻ പോളിയും സംവിധായകൻ അഖിൽ സത്യനുമാണ് ക്യൂ സ്റ്റുഡിയോയിൽ. 2 പേർക്ക് സ്വാഗതം. ഈ നിവിൻ്റെ കരിയറിൻ്റെ 15ാം വർഷമാണ് 2025. ആദ്യം വിനീത് ശ്രീനിവാസനൊപ്പം മലർവാടി ആർട്സ് ക്ലബ്ബ്, അഖിൽ സത്യനൊപ്പം സർവമായ എന്നുള്ളത്. വേറെ രീതിയിൽ മലയാളിക്ക് വളരെ കണക്ട് ചെയ്യുന്ന ഒരാളുണ്ട്. മലയാളത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൈറ്റർ ഡയറക്ടർ കോംബോ ആണ് സത്യജിത് ശ്രീനിവാസ് എന്നുള്ളത്. ഇവിടെ വിനീത് ശ്രീനിവാസനൊപ്പം വർക്ക് ചെയ്യുന്നു, അഖിൽ സത്യനൊപ്പം. ശരിക്കും ഒരു ഡെബ്യൂ പടം ഒന്നിച്ച് ചെയ്യാനിരിക്കുന്നതാണല്ലോ. ഈ മലയാള സിനിമയിൽ വന്ന മാറ്റം പോലെ ഈ 2 പേർക്കിടയിലുള്ളൊരു മാറ്റം എന്താ വിനീത് ടു അഖിലിലേക്ക് വരുമ്പോൾ? വിനീതിനിപ്പോൾ ഈ 15 വർഷമായിട്ടുള്ളൊരു ബന്ധം വിനീതായിട്ടുണ്ടല്ലോ. പല പടങ്ങൾ ചെയ്തു, പല സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അഖിലിനേക്ക് നമ്മൾ പാച്ചുവിന്റെ സമയത്താണ് നമ്മൾ അല്ല പക്ഷെ അന്ന് 2 പയ്യന്മാരാ. അപ്പൊ അങ്ങനെ ഒരു ദിവസം നമ്മൾ ഫോണിലിടയ്ക്ക് എന്തോ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തു. വിനീത് എഴുതി അഖിൽ സംവിധാനം ചെയ്യുന്ന രീതിയിൽ ഒരു സിനിമ നമുക്ക് പ്ലാൻ ചെയ്തു. അങ്ങനെ വിനീതൊക്കെ നമ്മൾ ചർച്ചയൊക്കെ നടത്തിയിരുന്നു. ഒരു റാൻഡം കോളാണ് ആക്ച്വലി. നിവിൻ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ അന്ന് ആക്ച്വലി അച്ഛൻ അസിസ്റ്റ് ചെയ്യുന്ന സമയം നമുക്ക് ധൈര്യമില്ല, സിനിമ എടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം ശരിക്കും ഇല്ല. നിവിനാണ് ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്ന ഒരു ആശയം ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ആരും ചോദിച്ചില്ല ഇതുവരെ. അതിൽ നിന്നാണ് ശരിക്കും ആദ്യ സിനിമ ഉണ്ടായിരുന്നത്. എഴുതാൻ ധൈര്യം കിട്ടിയതൊക്കെ അതിൽ നിന്നാണ്. അപ്പോൾ പുള്ളിയാണ് നമ്മളുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അഖിൽ കുറച്ചുകൂടി മോർ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ വിനീത് മോറിലേക്ക് മെന്ററാണ്. അപ്പോൾ അവിടെ ഒരുപാട് കളിച്ചിരി പരിപാടികളൊന്നും സംവിധാനം ചെയ്യുന്ന സമയത്ത് നടക്കില്ല. ഇവിടെ പിന്നെ എന്ത് നോക്കാം. ഇല്ല, വിനീത് ടൈമിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇവിടെ എനിക്ക് ആവശ്യത്തിന് മടിയുണ്ട്. അതൊരു കോംബോ. കാലത്ത് 7 മണിക്ക് ഫസ്റ്റ് ഔട്ട് എന്നൊക്കെ പറയാൻ ചോദിക്കും, ആകില്ലേ വേണോ 8, 8, 9 പോരേന്ന് ചോദിക്കും. എന്നിട്ട് ഒരു ഫ്രണ്ട്സ് ഒരുമിച്ചുള്ള ഒരു പരിപാടിയായിരുന്നു സർവമായ.
അത് ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത, കുറേ നാൾക്ക് ശേഷം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതായത് എങ്ങനെയെങ്കിലും നാളെ ഷൂട്ടിംഗ് സെറ്റിൽ എത്തണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നിന്നാണ് എല്ലാ ദിവസവും. എനിക്ക് തോന്നുന്നു എല്ലാ ക്രൂ അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവർക്കും നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് അടുത്ത ഷെഡ്യൂൾ തുടങ്ങിയാൽ മതി എന്നുള്ളൊരു പോസിറ്റീവ്, ഒരു മൊത്തത്തിലൊരു വൈബ് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു സിനിമയ്ക്ക്. ഷൂട്ട് ചെയ്യുന്ന സമയം മൊത്തത്തിൽ നല്ലതായിരുന്നു. ഞാനും ഇടയ്ക്ക് നിവിനെ കണ്ട സമയത്ത് സർവമായയുടെ ഒരു അതെ, അല്ലെ അതെ. സ്കെഡ്യൂൾ ബ്രേക്കിന് ശേഷം നിവിനെ കണ്ടപ്പോൾ നിവിന് എക്സൈറ്റ്മെന്റ് പറഞ്ഞു. ഞാനത് അഖിലിനെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇല്ല, എനിക്ക് ആദ്യമായിട്ടാണ് ഭയങ്കര ഇങ്ങനത്തെ ഒരു എനർജറ്റിക് പരിപാടിയാണ്, അതെ, അതെ, വീണ്ടും കൊളാബറേറ്റ് ചെയ്യാൻ തോന്നുന്നു അതെ, എന്നുള്ള. അതെ, അതെ. ഇല്ല, ഞാൻ ആക്ച്വലി ഒരു ഹീറോ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോസ് എല്ലാവരും നല്ല ആൾക്കാരാണ്. അപ്പോൾ പക്ഷെ എനിക്ക് നിവിനെ ഒരു ഹീറോ ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ അതായത് ആഫ്റ്റർ സർവമായ ഒരു നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു നമ്മളുടെ ബാച്ചാണ്. അപ്പൊ അങ്ങനെ ഒരു താരത്തിനപ്പുറത്തേക്ക് താഴെ ഇറങ്ങി വന്നിട്ട് കൂടെ നിൽക്കുന്ന ഒരു ഹീറോനെ ആദ്യമായിട്ടാണ് എനിക്കറിയുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി അങ്ങനെ സിനിമയിൽ ഞാൻ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സിനിമ കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകുന്ന ആളാണ്. എനിക്ക് അങ്ങനെ ഒരു സർക്കിളോ ഒന്നുമില്ല. മടിയുണ്ട് ബേസിക്കലി, വീട്ടിനകത്തേക്ക് ഇഷ്ടമാണ്. അപ്പോൾ മറ്റേതും വീട്ടിലും അപ്പുറത്തും അച്ഛൻ തന്നെയാണല്ലോ, ജോലിയിലും അച്ഛൻ തന്നെയാണ്, ഇവിടെ അച്ഛൻ തന്നെയാണ്, അവിടെ ഉണ്ടായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പോസ്ഡ് അല്ല ഞാൻ അങ്ങനെ താരങ്ങളായിട്ട് ഒരു അങ്ങനെ ടു മച്ച് ഫ്രണ്ട്ഷിപ്പ് ഇല്ല. പക്ഷെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജെന്യൂനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ കട്ട് ഓഫ് ചെയ്ത് പോകുന്ന ആളാണ്. പക്ഷെ നിവിൻ്റെ കേസിൽ മാത്രം ഞാൻ ആ മീറ്റർ കുറച്ചൊന്ന് തുറന്നു വെച്ചിട്ടുണ്ട്. കാരണം നിവിൻ എനിക്ക്, ഞാൻ വിപ്രോയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴായിരുന്ന കുട്ടികൾ പയ്യന്മാരെ പോലെയോ അല്ലെങ്കിൽ കോളേജിൽ ഉണ്ടാകുന്ന പയ്യന്മാരെ പോലെയോ ഒരു നമുക്ക് എന്തും പറയാൻ പറ്റുന്ന എഫർട്ടില്ല എനിക്ക് നിവിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യാൻ. ഇപ്പൊ അവർ ഒരു കുഞ്ഞ് ഞാൻ അലേർട്ട് ആവുന്ന അത് പരിപാടി നിവിനകത്തില്ല. അപ്പോൾ അത് ആസ് എൻ ആക്ടർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മൾ കളിയും ചിരിയൊക്കെ ചെയ്യുമെങ്കിലും ഈ രണ്ടു പേർക്കും ചെയ്യുന്ന കാര്യത്തോടെ ഒരു ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റിയാണ് നമ്മൾ കളിക്കാനോ ഉഴപ്പാനോ ഉള്ള ധൈര്യം തരുന്നത്. കാരണം എത്ര ഉഴപ്പിയാലും എത്ര ലേറ്റ് ആണെങ്കിലും ആ ഷോട്ടിൽ ഏറ്റവും ബെസ്റ്റ് കിട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ അത് ഓക്കെ പറയാറുള്ളൂ. ഇപ്പോൾ എനിക്ക് ഓക്കെ ആയപ്പോൾ നിവിൻ പോലും അത് കറക്റ്റ് ചെയ്യാറുണ്ട്. നിവിൻ അഭിനയിക്കാത്ത സിനിമകളുടെ സീൻസ് നിവിൻ ബെറ്റർ ആക്കി തന്നിട്ടുണ്ട്. റാൻഡോ ആയിട്ട് ഇങ്ങനെ വളിപ്പടിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് വന്നിട്ട് ഒരു ക്ലൈമാക്സിൽ ഇമോഷണൽ സീനിൽ ഒരു ഡയലോഗ് നിവിൻ പറഞ്ഞിട്ടാണ് അത് മാറ്റാൻ പറ്റിയത്. റാൻഡോ ആയിട്ടാണ് വന്നത്. അപ്പോൾ അത്രയും ഞാൻ ആലോചിച്ചത് ഒരു ആക്ടർ ഇത്രയും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തല്ലോ എന്നുള്ളതാണ്. ഒരു ആസ് എ റൈറ്റർ കൂടി ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അതിനു മുമ്പ്. പാച്ചു ആകേണ്ടിയിരുന്ന ആൾ. അതെ, അതെ. പാച്ചു നിവിന്റെ കോള് കഴിഞ്ഞിട്ട് പിന്നെ വിനീത് അന്ന് ബാക്ക് ടു ബാക്ക് അഭിനയിക്കുകയായിരുന്നു. അത് പ്രാക്ടിക്കലി നടന്നില്ല. അപ്പോൾ നിവിനെ ഞാൻ വിളിച്ചു. അത് നടക്കും തോന്നുന്നില്ല. അപ്പോൾ നീ പറഞ്ഞു വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിക്കൂ എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് പാച്ചു ഉണ്ടാവുന്നത്. പാച്ചു എന്നുള്ള പേരിട്ടതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞതും എല്ലാം. പക്ഷെ പ്രാക്ടിക്കലി പിന്നെ നടന്നില്ല. അപ്പോൾ പക്ഷെ എനിക്ക് അപ്പോഴും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവനെ വിളിച്ചു. കാരണം എനിക്ക് ഭയങ്കര കൊതിയാണ് ഇങ്ങോട്ട് വർക്ക് ചെയ്യാൻ. അപ്പോൾ ചമ്മൽ മാറ്റി ഞാൻ വിളിച്ചു നിവിനെ. പക്ഷെ അതിൽ നിന്ന് നിവിൻ ഭയങ്കര എനിക്ക് ഒരിക്കലും ഇനിയും എനിക്ക് കാണാൻ പറ്റില്ല നിവിനെ ഒരു താരം, ഒരു സിനിമ നടന്നുള്ള സാധനം എനിക്ക് ഇപ്പോഴും വേസ്റ്റ് ആയിട്ടില്ല. അത് അയാളുടെ ക്വാളിറ്റി ആയിരിക്കാം. ഇപ്പൊ ഈ നമ്മളിപ്പോ പറയും 15 വർഷം എന്ന് പറയുമ്പോൾ ബോയ് നെക്സ്റ്റ് ഡോർ, മാൻ നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയുന്ന ഒരു, നമ്മൾ ഇപ്പം ഞാനെപ്പോഴും നിവിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എപ്പോഴും നിവിന്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ നിവിനെ പോലെ ഒരു ഓപ്പണിംഗ് കിട്ടിയ ആളില്ല. മറ്റേ സ്ട്രൈക്കിംഗ് റേറ്റ് നോക്കി കഴിഞ്ഞാൽ അടിച്ചതെല്ലാം സിക്സ് എന്ന് പറഞ്ഞ പോലെ, അടിച്ചതെല്ലാം കിട്ടിയതെല്ലാം സെഞ്ചുറി എന്ന് പറഞ്ഞ പോലെ നിവിൻ കമിയോ വന്നാൽ പോലും സക്സസ് ആണ്. സ്വാഭാവികമായിട്ടും ആക്ടർ എന്നുള്ള രീതിയിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിവിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു ഈ 15 years എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇപ്പം ആളുകൾക്ക് നിവിന്റെ അടുത്ത പടം എന്ന് പറയുന്ന ഒരു എക്സ്പെക്ടേഷനും ടെൻഷനും എന്ന് പറയുന്ന പോലെ നിവിന്റെ കാര്യത്തിൽ എന്താ ഒരു പടം കഴിയുന്നു ചെയ്യുന്നു എന്നുള്ളതിൽ നിവിൻ എന്താ ഒരു ടെൻഷനുള്ള ഏരിയ ആണോ, അല്ലെങ്കിൽ റിലീസിന്റെ തലേദിവസം എന്നൊക്കെ പറയുന്ന ഒരു കൂളാണോ പരിപാടി? ആദ്യം അത്ര കൂളായിരുന്നില്ല. എല്ലാ സിനിമയ്ക്കും ഭയങ്കര ടെൻഷനായിരുന്നു. ഭയങ്കര നെർവസ്. സിനിമ എന്താവും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ, ഇത് ഓടുമോ ഇല്ലയോ, അങ്ങനെ ഒരു ഭയങ്കര ടെൻഷൻ സിറ്റുവേഷൻ. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ സിനിമകൾ അടുപ്പിച്ച് സക്സസ് ആയപ്പോൾ അടുത്ത സിനിമകൾ സക്സസ് ആയില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ളൊരു തോട്ട് എവിടെയോ എല്ലാവരും നമ്മുടെ തലയിലേക്കുള്ളൂ. അടുത്ത പടം നോക്കണം, അടുത്ത പടം നോക്കണം, ഇത്രയും നന്നായിട്ട് നിൽക്കുകയാണ്, അടുത്ത പടം കൊണ്ട് ഉഴപ്പരുത്. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഒരു അധികം പടങ്ങൾ നല്ലതല്ലാതെ പോയല്ലോ കുറെ. അപ്പൊ അതൊരു സെറ്റായി. അപ്പൊ ഓവറായിട്ട് ടെൻഷൻ അടിക്കുകയോ സംഭവം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് പിന്നെയും കയറും പിന്നെയും ഇറങ്ങി, ഇത്രേ ഉള്ളൂ ഇതിനകത്ത് പരിപാടി. അപ്പൊ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുക, അതിന് നമ്മൾ അതിൻ്റെ ഒരു 100% കൊടുക്കുക. നല്ല ഒരു സിനിമ പ്രേക്ഷകർക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാം. പിന്നെ അതിന്റെ എല്ലാ വർക്കും കഴിഞ്ഞപ്പോൾ സർവമായ ലോഡായി, ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, പ്രേക്ഷകർ തീരുമാനിക്കുന്നതാണ്. അപ്പൊ അതിൽ ഓവർ സ്ട്രെസ് എടുക്കാതിരിക്കുക എന്നുള്ളൊരു പാഠം പിന്നീട് പഠിച്ചു. ടെൻഷനില്ല, ഹാപ്പി ആവുന്ന പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ചെയ്ത എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരു
ഒരു പെൺകുട്ടീനെ കെട്ടിച്ചു കൊടുത്ത പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല വീട്ടിലേക്ക് അയച്ചു, ഇനി സുഖമായിട്ട് കണ്ണടയ്ക്കാം എന്ന പോലെ. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോഴും ഒരു സിനിമ പ്രിവ്യൂ കഴിഞ്ഞിട്ട് ഒരു ഹാപ്പിനെസ് മാത്രമേ തോന്നിയിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട്. വേറെ എനിക്ക് തിയേറ്ററിന്റെ കാര്യം നമ്മുടെ കയ്യിലല്ല, നമുക്കറിയില്ല. പക്ഷേ ഇന്നും നമ്മൾ പ്രൗഡായിട്ടുള്ള സിനിമ ആയിരിക്കും എന്നൊരു വിശ്വാസം എനിക്ക് അകത്തുണ്ട്. അത് എല്ലാവരും എനിക്കൊരു മാഗ്നറ്റ് വെച്ചിട്ട് മണ്ണിൽ എടുക്കുന്ന പോലെ ഇതൊരു ഗുഡ് എനർജി എടുക്കുന്ന സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതുണ്ടായ റൈറ്റിംഗ് മുതൽ പല പല ഫാക്ടേഴ്സിൽ എനിക്കത് ഒരു പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. നിവിനാണെങ്കിലും ഇതിൽ അഭിനയിച്ചിട്ടുള്ള അജു ആണെങ്കിലും, അജു നിവിൻ സജസ്റ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ആദ്യം ആ ക്യാരക്ടർ വേറെ ആയിരുന്നു. അപ്പോൾ ഇതിൽ മെയിൻ ക്യാരക്ടർ ആണെങ്കിലും പ്രേതമാണെങ്കിലും ഇവരെല്ലാം ഞെട്ടിക്കുന്ന രീതിയിലാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇത് ഇവഞ്ച്വലി കയറി നമ്മൾ ആഗ്രഹിച്ചേക്കാളും ഒരു പടി മേലെയാണ് ആസ് എ മേക്കർ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിവിൻ പോലും ഞാൻ എഴുതിയ ക്യാരക്ടർ ഇത്രയും ഒരു എനർജറ്റിക് ആയിരുന്നില്ല. നിവിൻ തന്നെയാണ് പെർഫോമൻസിൽ അത് ലിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുമ്പോൾ അത് വർക്കാവുന്ന ടെൻഷനാണ്. പക്ഷേ നിവിൻ ഒരു ആസ് എ പെർഫോമർ അത് ലിഫ്റ്റ് ചെയ്തു. അതൊരു അജു ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു 15 വർഷത്തോളം ആയല്ലോ അവരപ്പോൾ. ആ ക്രാഫ്റ്റ് അവർ യൂസ് ചെയ്ത് തുടങ്ങി. പഠിച്ചെടുത്തിട്ടുള്ള ടെക്നിക്കുകളും ക്രാഫ്റ്റുകളും അവരുടെ ബുദ്ധിയും പിന്നെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു വയസ്സാവുന്ന പരിപാടി ഇതെല്ലാം കൂടി ചേർന്ന് എനിക്ക് ശരിക്കും വേണുകളൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു മെച്യൂരിറ്റി ഫീൽ ചെയ്തു. അപ്പോൾ നിവിനാണെങ്കിൽ പോലും ഇതിനകത്ത് ഞാൻ എല്ലാവരും പഴയ നിവിൻ പോളി അതൊന്നുമല്ല, നിവിൻ ഇത് പുതിയ ഫ്രഷ് നിവിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിവിൻ്റെ ഹ്യൂമർ നമുക്ക് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ നമ്മളത് ഒബ്വിയസ്ലി ചെയ്യും. അതല്ലാതെ പലതും ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഹ്യൂമർ മാത്രമല്ലാതെ ആസ് എൻ ആക്ടർ നിവിൻ കൊടുത്തിട്ടുള്ള സ്റ്റേജ്, കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോ ആക്ടർക്ക് എനിക്കൊരു ഏറ്റവും ഇഷ്ടമുള്ള സീനുണ്ട്. ആ സീൻ കണ്ട എല്ലാവരും അതിനകത്തുള്ള അപ്പുറത്തെ ആളെ കുറിച്ച് പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്കിപ്പോഴും അറിയാവുന്നത് നിവിൻ കൂടുതൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഒരു മടിയില്ലാതെ റിഹേഴ്സ് ചെയ്തിട്ട് ആ സീൻ ഞങ്ങൾ എഴുതി വായിച്ച് ഒരു മുറിക്കകത്ത് ഇരുന്ന് സംസാരിച്ച് ബിൽഡ് ചെയ്ത സീനാണ്. അപ്പോൾ എനിക്കറിയാതെ എഴുതുമ്പോൾ ഉള്ള സീനല്ല അത് ഇവഞ്ച്വലി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഒരു യൂസ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. അതും മിനിമലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ. അപ്പോൾ ആസ് എ ഡയലോഗ് റൈറ്റിംഗ് പോലും ബെറ്ററായി. ഇത് ഇവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്. വൺ കൊളാബറേഷനും ഒരു വൺ എനർജിയും ഈ പടത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിവിൻ അജു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവര് 10ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച ആളുകളാണ്. സിനിമയിൽ എത്തുമ്പോൾ ഞാൻ ഒരു എട്ടും പൊട്ടും തിരിയാത്ത ക്യാരക്ടറിനെ പോലെയാണല്ലോ ഇനീഷ്യൽ പടങ്ങൾ വരുന്നത്. കാരണം വെച്ചാൽ ഇവർ എന്തും ചെയ്ത് കളയും. ഈ പ്രകാശൻ കുട്ടു ആയിട്ടാണെങ്കിലും പിന്നെ ഈ തട്ടത്തിൽ മറിയത്താണെങ്കിലും ഞാൻ ഒരു പിടിവിട്ട് പോകുന്ന രണ്ടാളുകൾ ഇവർ സുഹൃത്തുക്കളാണോ ശത്രുക്കളാണോ ആ രീതിയിൽ. പക്ഷെ നമ്മുടെ 25 വർഷത്തെ മലയാള സിനിമ എന്ന് പറയുന്നത് അതിലൊരു എവർഗ്രീൻ കോംബോ പോലെയാണ് നിവിൻ അജു എന്ന് പറയുന്നത്. കാരണം ഈ രണ്ടുപേര് തന്നെ നമ്മൾ വേണ്ടാത്തടത്തൊന്നും നമ്മുടെ ഈ കോംബോ വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് ഉപയോഗിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ പോലൊരു സൂക്ഷ്മത നിങ്ങളൊരു കോമ്പിനേഷൻ പടം വരുമ്പോ എല്ലാ സിനിമയിലും വിളിക്കും. അജു ഉണ്ടെങ്കിൽ നല്ലതാണ്, അപ്പൊ നിങ്ങളുടെ കോംബോ. അപ്പം ഞാൻ അജു സംസാരിക്കാറുണ്ട്, അറിയാതെ എങ്ങനെയാണ് വേണ്ടല്ലേ വിട്ടുപിടിക്കാം, ഇങ്ങനെ ടു മച്ച് ഇത് വേണ്ട, അങ്ങനെ വരുന്നൊരു സിനിമ വരുമ്പോൾ ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഇത് വന്നു കഴിഞ്ഞപ്പോൾ വിളിച്ച് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു, ചെയ്യാം, കുറെ നാളായല്ലോ ഇപ്പോൾ. പക്ഷെ ഇതിനകത്ത് രസം തോന്നിയത് നമ്മളൊരു സീൻ വായിക്കുന്നു, അതിനകത്ത് ഡയലോഗ് ഉണ്ട്, ഡയലോഗ് നമ്മൾ അത് ഹ്യൂമർ ആണെങ്കിൽ ഹ്യൂമറിന്റെ രീതിയിൽ പറഞ്ഞ് വിടുന്നു, ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു പരിപാടി. അജു പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെയല്ല, മറ്റേ മെനു പോലെയാണ്. ഒരു ഡയലോഗ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, പുള്ളി അഭിനയിച്ച് കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഓപ്ഷന്, അങ്ങനെ 2, 3, 4 ഓപ്ഷനൊക്കെ കൊടുക്കണം. അപ്പൊ ഞാൻ മാറിയിരുന്ന് ഇങ്ങനെ ഇതെന്ത് പരിപാടിയാ, ഇതെന്താ, എവിടെ നിന്ന് പഠിച്ചതൊക്കെ. അതായത് പല ഓപ്ഷൻസ് ഡയറക്ടറിന് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഞാൻ നടന്നു വരാം, അതല്ല ഇരുന്നിട്ടാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതി ചാടി പറയാം, അപ്പൊ അതിനകത്ത് ഹ്യൂമർ ഉണ്ടാവും. ഓപ്ഷൻസിന്റെ അതെ അല്ല, അതെനിക്ക് തോന്നുന്നു ഒരു അവനാ ആസ് എൻ ആക്ടർ അവൻ ഇവോൾവ് ചെയ്തും അത് എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് ഒറ്റ പ്രാവശ്യം ചെയ്തോണ്ട് പോകും. പക്ഷെ അത് പുള്ളി ഭയങ്കര എൻജോയ് ചെയ്തു. നിങ്ങൾ സത്യത്തിൽ ഇപ്പൊ ഒരു സ്കൂളിംഗ് സമയത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇനീഷ്യൽ സിനിമയുടെ കാര്യത്തിലോ ഈ ഇത്ര ബോധേഡായി ഇത്ര കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളല്ല. ആക്ടിംഗ് എന്ന് പറയുന്നത് സംഭവിച്ചൊരു സാധനമാണല്ലോ. എന്തായാലും ഒരു സമയത്ത് പാഷൻ സെറ്റ് ചെയ്തു, പിന്നെ അതിന് പുറത്ത് വന്നു. പക്ഷെ അത് ഇപ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം, അത് എത്ര കൺസേൺ ആവുന്നു, പിന്നെ അതൊരു മുതിർന്ന ആളുകളായി മാറുന്നു. ആ കാര്യത്തില് ഈ ആ ഒരു ഗ്രോത്ത് ഭയങ്കര രസമുള്ള സംഗതിയല്ലേ. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പടം കാണുമ്പോൾ ഇത് ഒന്ന് മാറ്റിപ്പിടിച്ച് ചെയ്യേണ്ടായിരുന്നില്ലേ, ഇത് ചളവായി പോയോ എന്നൊക്കെ കാണുന്ന തരത്തിലുള്ള സാധനം പോലും നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനിൽ പോലും വരുമല്ലോ. ഇപ്പൊ എൻജോയ് ചെയ്ത് ചിലപ്പോൾ അത് റിക്രിയേറ്റ് ചെയ്താൽ അതേ രീതിയിലാവില്ല. ഇപ്പൊ ഈ പറഞ്ഞ ഈ ലേണിങ്ങും അൺലേണിംഗ് ഒക്കെ വെച്ച് അത് മാറ്റിയിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ ചില ആക്ടേഴ്സ് ആയിട്ടാണല്ലോ നമുക്കൊരു സിങ്ക് റാപ്പ് കിട്ടും. അപ്പോൾ അത് ചില കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല, അതപ്പം തന്നെ അപ്പുറത്ത് ആൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മളൊരു കൗണ്ടർ എഴുന്നേൽക്കുമ്പോൾ അപ്പുറത്തെ ഒരാളും
ഇവൻ എന്തിനാ എഴുന്നേറ്റ് സ്റ്റക്ക് ആവില്ല, ചിലപ്പോൾ അവനും ഒരുമിച്ച് എഴുന്നേക്കും. അത് അങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു റാപ്പോ പരിപാടിയിലാണ് Contributory ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ ഒരു സീൻ അഭിനയിച്ച് കഴിഞ്ഞാൽ തന്നെ അളിയാ നമുക്ക് ഇത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ രസമായിരിക്കും, അപ്പം നീ ഈ റിയാക്ഷനിൽ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ഇവിടുന്ന് ചെയ്യാം, എന്നാൽ നീ ഇങ്ങനെ ചെയ്ത് നമ്മൾ ഭയങ്കര രസമാണ് ഞങ്ങൾ തമ്മിൽ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്യണം അജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത്. അത് എല്ലാവരുമായിട്ടും കിട്ടില്ല, അത് കിട്ടുന്നത് ഒരാൾ അജുവാണ്. എഫേർട്ട്ലെസ് ആണ്. ഇപ്പോൾ എൻ്റെ ആംഗിളിൽ നോക്കുമ്പോൾ ഈ രണ്ടുപേരും ഇതിനൊന്നും വേണ്ട. അതായത് സീൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചക്കാരായിട്ട് കണ്ടിട്ട് എഡ്ജസ് ഫിക്സ് ചെയ്താൽ മാത്രം മതി. ബാക്കി ഇവർക്കുള്ള ഒരു അതിഭീകര കംഫർട്ട് ഉണ്ട്. പ്ലസ് ഒരു കുട്ടിത്തം ഉണ്ട് രണ്ടുപേർക്കും. എത്ര മെച്ചൂരിറ്റി ആ കുട്ടിത്തത്തിൽ ഒരു എപ്പോഴും അത് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ രണ്ട് ഏറ്റവും എക്സ്ട്രീം കംഫർട്ടുള്ള ആൾക്കാർ നിന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാര്യമൊന്നും ചെയ്യാനില്ല. അതിനകത്ത് ആവശ്യമുള്ള മാത്രം പിക്ക് ചെയ്യാന്ന് മാത്രം ഉണ്ട്. അത്രയും എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. കാരണം ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഞാൻ ഒരു സിനിമ ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ സ്ക്രീനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ആദ്യമായിട്ട് കിട്ടിയത് നിവിൻ അജുലാണ്. ഇപ്പം വിനീത് ആണെങ്കിൽ മുമ്പ് ഉപയോഗിച്ച ഈ കോമ്പിനേഷൻ ഓൺ സ്ക്രീൻ കണ്ടിട്ടുണ്ടാവല്ലോ. ഓൺ സ്ക്രീനിൽ ഇവർ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ഇവർ രണ്ടുപേരും സ്വന്തം സ്പേസിൽ വരുന്ന സമയത്ത് അവിടെ എന്താ അഖിൽ ചെയ്തത്? സറോമയുടെ കേസിൽ അത് തീരെ ബാധിച്ചില്ല. കാരണം റൈറ്റിംഗ് മുതൽ രണ്ട് നമ്പൂതിരി യുവാക്കളാണ്. അപ്പോ ഒരു നമ്പൂതിരി അയാളുടെ കസിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ അതെ കസിൻസ് ആണ്. അപ്പോ ഒരാള് പൂജ ട്രെയിൻഡ് ആയ എന്നാലും രണ്ട് നമ്പൂതിരി പയ്യന്മാർക്ക് ഇവരുടെ പ്രീവിയസ് മോഡൽ നമുക്ക് യൂസ് ചെയ്യാൻ അങ്ങനെ പറ്റില്ല. അപ്പോൾ എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ട് ഇവരെങ്ങനെയാണ് ഫുൾ ഓഫ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതും അജു ആണെങ്കിൽ പക്ക നാട്ടിൽ സെറ്റിൽ ആയിട്ടുള്ള നമ്പൂരിയും നിവിൻ സിറ്റി എന്ന് പറയുന്ന നമ്പൂരിയാണ്. അപ്പൊ നിവിൻ കുറച്ചുകൂടി നോർമലാണ്. അപ്പോൾ ഈ രണ്ടുപേരുടെ നമ്മൾ കാണാത്ത ഒരു കോമ്പിനേഷൻ കിട്ടി ഇതിനകത്ത്. അപ്പൊ ആ ക്യാരക്ടറും അജു പറഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോൾ അജുവിന്റെ ഷർട്ട് എന്തോ, കാരണം പടത്തിൽ ഒരു 90% അജു ഷർട്ട് ഇട്ടിട്ടില്ല. അപ്പൊ ഷർട്ട് ഇതൊന്നും വേണ്ട, അപ്പൊ മോസ്റ്റ് ഷർട്ട്ലെസ് അജു ആണ് സിനിമയിൽ. അപ്പോ പക്ഷെ എനിക്ക് രണ്ടുപേരും നമ്മൾ പക്ഷെ അമിതമായിട്ടുള്ള വരായിരിക്കുക നടക്കുക അങ്ങനെ വളരെ നോർമൽ സ്ലാങ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് അത്യാവശ്യം റൈറ്റിംഗ് സമയം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നാൽ അജുവിന്റെ ക്യാരക്ടറിന് അത്യാവശ്യം ചെറിയ ടേംസ് ഒക്കെ യൂസ് ചെയ്യണം. അപ്പൊ ആ ഒരു ലിംഗ്വിസ്റ്റിക് അതുപോലും ഒരു പുതുമയുള്ള നിവിൻ അജു കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പിന്നെ ഹൊറർ കോമഡി എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് കാണുന്ന ആളുകളെ സംബന്ധിച്ചുള്ള അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ട്രെൻഡ് സെറ്റർ ഒക്കെ ആയി മാറും. നമ്മളിപ്പോ രോമാഞ്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അതിലൊരു ഭയങ്കര ഒരു റിസ്കി ഗെയിം പോലുള്ള സാധനമാണല്ലോ ഹൊറർ. എനിക്ക് ഹൊറർ പടം ഭയങ്കര പേടിയാണ്, നിവിനും പേടിയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പേടിയുള്ളവർ ഞാനിപ്പോ ഒരു മുറിക്കകത്തിരുന്ന് കഥ എഴുതുമ്പോ ഒരിക്കലും പ്രയത്നം പറ്റി എഴുതാൻ എനിക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ ഞാൻ പ്രയതായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഞാൻ പേടിക്കണ്ടല്ലോ അല്ലെ. അപ്പൊ ഞാൻ പ്രയതാണെങ്കിൽ എനിക്ക് വേറെ പ്രയത്തിന് പേടിയായിരിക്കും. അങ്ങനെയാണ്. അപ്പൊ ഒരു കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രയത്നം എങ്ങനെ പുൾ ഓഫ് ചെയ്യാം എന്നാണ് തോന്നുന്നില്ല. അപ്പൊ അത് സംഭവിച്ചപ്പോ കുറെ കാര്യങ്ങൾ ഈസി ആയി നമുക്ക്. കാരണം ടിപ്പിക്കൽ സിനിമയിലത്തെ കുറച്ച് മോഡൽ ഉണ്ടല്ലോ, ഹൊറർ പടങ്ങൾ വേണ്ട മോഡൽ, അത് അധികം വേണ്ടി വന്നിട്ടില്ല. സറോമയിൽ VFX ഇല്ല, ആകെ ഒരു ഷോട്ട് മാത്രമാണ് പ്രയത്നം VFX വേണ്ടി വന്നിട്ടുള്ളൂ. 1-2 മിനിമൽ എഡിറ്റിലാണ് പ്രയത്തിന്റെ കളികളിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ കുറെ ക്ലീഷേ ബ്രേക്ക് ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ബിൽഡപ്പോ ഈ പ്രേതമായിട്ട് പേടിപ്പിക്കേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല. അപ്പൊ എനിക്ക് ക്ലീൻ യു പ്രേതം സത്യനന്ദികൾ പ്രേതമാണ്. അത് പിള്ളേർക്കൊക്കെ ഭയങ്കര രസകരമായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോസ്റ്റ്. യൂഷ്വലി അങ്ങനെ ഇല്ലല്ലോ, ഇത് നമുക്ക് പേടിയാണല്ലോ. ഇത് എങ്ങനെയാണ്, ഏത് രൂപമായിരിക്കും, മറ്റേ അങ്ങനെയൊക്കെ ഇതൊന്നുമില്ല. ഒരു ക്ലീൻ ജംപ് സ്കെയർസ് ഒന്നും അങ്ങനെയില്ല. നമ്മുടെ പ്രേതം പേടിക്കുന്നത് എന്റെ മകൻ 5 വയസ്സുള്ള മോൻ. അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അവൻ മടി വന്നിരിക്കാറുണ്ട് ചില സീനൊക്കെ. അപ്പൊ അവൻ പേടിച്ചിട്ടില്ല. അതാണ് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുവരൂ. 1 മുതൽ എല്ലാ പിള്ളേരും കൊണ്ടുവരൂ. ഇനി ആരെ വരാനുണ്ടോ? ഇപ്പൊ ഈ സിനിമയുടെ കാര്യത്തില് ഇതിപ്പോ ഒരു ഫെസ്റ്റിവൽ റിലീസ് ആയിട്ടാണ് വരുന്നത്. നിവിൻ നോക്കിയാൽ അറിയാം, നിവിൻ ഒരു ഫെസ്റ്റിവൽ ആക്ടർ കൂടിയാണ്. ഞാൻ നിവിന്റെ കരിയർ നോക്കി കഴിഞ്ഞാൽ ഫെസ്റ്റിവലിൽ കറക്റ്റ് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ് എല്ലാ ഘട്ടത്തിലും. അങ്ങനെ ഒരു ഇപ്പം നിവിൻ അജു കോംബോ കൂടി വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ കുറച്ചുകൂടി ഒരു ആ രീതിയിലൊന്നും ഞാൻ ഓവർ ഹൈപ്ഡ് ആയിട്ടല്ല ഇതിന് പ്ലേസ് ചെയ്തേക്കുന്നത്. ഇപ്പം ജോൺറ പോലെ എന്താണെന്ന് ഒരു പരിധി കഴിഞ്ഞ് പറഞ്ഞിട്ടില്ല. അത് ഒരു അങ്ങനെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഏത് രീതിയിലാണ് അതിനെ കാണുന്നത്? സിനിമയ്ക്ക് ഒരു സസ്പെൻസ് എലമെന്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ട്രെയിലർ പോലും പുറത്തുവിടാൻ പറ്റില്ല. ട്രെയിലർ ഇടുന്നില്ല, ട്രെയിലർ ഇല്ല സിനിമയ്ക്ക്. അപ്പൊ നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്താ ട്രെയിലർ ദിവസം കഴിയട്ടെ, ക്രിസ്മസ് തലേന്നൊക്കെ വരാന്ന് വെച്ചിട്ട് ട്രെയിലർ ഇല്ല. ഇല്ല. കാരണം ഈ സിനിമ പറയുന്ന ഒരു മെയിൻ വിഷയം വളരെ ഒരു കുഞ്ഞ് തോട്ടാണ്. ആ തോട്ട് നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹൈ കുറച്ച് വേറെ ആയിരിക്കും.
പക്ഷേ നമുക്ക് ഇപ്പം നമ്മൾ കാണുന്ന പോസ്റ്റർ കാണുന്ന നിവിൻ അജു ആ രസങ്ങളെല്ലാം ഡെലിവർ ചെയ്യുന്ന സിനിമയാണ്. അല്ലാതെ നമ്മൾ അതും സിനിമ അതിലാണ് കഥ അജുവിൻ്റെ ക്യാരക്ടറാണ് കഥ കൊണ്ടുപോകുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ. ട്രിഗർ ചെയ്യുന്ന അജുവിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നിങ്ങളിതുവരെ പോസ്റ്ററിൽ കാണാത്ത ഒരു കുഞ്ഞ് ഏരിയയിലേക്കാണ് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതിൽ എനിക്ക് പേഴ്സണലി എക്സൈറ്റിംഗ് ആണുള്ളത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഹ്യൂമർ എല്ലാം ഉണ്ടെങ്കിലും എനിക്ക് ഇതിൻ്റെ ഇമോഷൻ ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആണ് എൻ്റെ സിനിമ. എപ്പോഴും റൈറ്റർക്ക് എഴുതുമ്പോൾ അയാൾക്ക് അയാളുടെ 1-2 സീൻ ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും. പാച്ചുവിൽ എനിക്ക് ഹംസധ്വനി അവളുടെ പാസ്റ്റ് വന്ന സീൻ എഴുതുമ്പോൾ പോലും എനിക്ക് അത് ടച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ എനിക്ക് സെക്കൻഡ് ഹാഫിൽ വരുന്ന കുറച്ച് പോയിന്റുകൾ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ഫാമിലിക്ക് ഫീൽ ചെയ്യുന്ന എനിക്ക് ആക്ച്വലി ഈ സ്ത്രീകൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സീരിയൽ എന്ന് പറഞ്ഞ് കളിക്കുമെങ്കിലും ഒരിക്കലും സീരിയലല്ല, നമ്മുടെ ക്രാഫ്റ്റ് ഉണ്ട്. ഇത് പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും മാസ് സെലിബ്രേഷന് പുറകെ പോകുമ്പോൾ മലയാള സിനിമ ഇപ്പോൾ നമ്മളെല്ലാം കണ്ടിരുന്ന ഇപ്പോൾ സത്യനന്ദിക ശ്രീനിവാസൻ, പ്രിയദർശൻ സിനിമകളെല്ലാം ഫീൽ ഗുഡ് പടങ്ങളാണ്. അവരൊന്നും ബോംബും തോക്കും അല്ലെങ്കിൽ വില്ലന്മാരൊന്നും ഉണ്ടായിട്ടില്ല. മർഡേഴ്സ് ഇല്ല, ക്ലൈമാക്സിൽ വില്ലന്മാരെ കൊല്ലാത്ത സിനിമകൾ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ കാണുന്ന എല്ലാ പടങ്ങളിലും ഒരുവിധം ബ്ലോക്ക് ബസ്റ്റർ തമിഴായ പോലും വില്ലന്മാരെ കൊന്നിട്ടാണ് പടം എൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ ഇല്ലാത്ത, അപ്പൊ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്, എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഇമോഷൻ എക്സ്പ്ലോർ ചെയ്യാൻ നല്ല പണിയാണ് ശരിക്കും പറഞ്ഞാൽ. റൈറ്റിംഗ് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് സർവമായ സ്പെഷ്യലാണ്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എനിക്ക് ഇപ്പോഴും എളുപ്പത്തിലുണ്ടായ സിനിമയല്ല. നിവിൻ പോലും ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ചില്ലയുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് അതത്ര ഈസി ജേണി ആയിരുന്നില്ല. പക്ഷെ അതിൻ്റെ ഗുണം സംഭവിച്ചത് അൾട്ടിമേറ്റ്ലി സിനിമയ്ക്കാണ്. എനിക്കിപ്പോഴും ഇതിൻ്റെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഷെയ്ഡ് ഈ സിനിമ കൊടുക്കുന്ന എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അത് നമ്മൾ പോസ്റ്ററിൽ കാണുന്ന സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, ഇമോഷൻ കൊണ്ടൊരു തിയേറ്റർ ഹൈ ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. എനിക്ക് ആകെ ധൈര്യമുള്ളത് എപ്പോഴും തോക്കും ബോംബും വയലൻസും ഫൈറ്റും റിവെഞ്ചും അല്ലാതെ സിമ്പിൾ ഇമോഷൻ കൊണ്ട് തിയേറ്റർ ഹൈ ഒരു കളക്റ്റീവായിട്ട് കാണുമ്പോൾ ഒരു എലമെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഈ നേരത്തെ പറഞ്ഞത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഈ ഓർഡിനറി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം നിവിൻ്റെ 15 years എന്ന് പറയുന്ന സമയത്ത് നിവിന് പെട്ടെന്ന് ഒരു ഓർഡിനറി മലയാളി, ഇപ്പം നമ്മൾ കേരളത്തിന് അതേ ഇമ്പാക്ട് തമിഴിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആക്ടറാണ്. ഇപ്പം നേരാണെങ്കിലും പ്രേമമാണെങ്കിലും. പക്ഷെ ഒരു മലയാളിയുടെ ഒരു ഓർഡിനറി എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ലാസ്റ്റ് ഒരു 20 years ഒറ്റയടിക്ക് നിവിനിലേക്കാണ് വരുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാം നിവിനെ കാണുമ്പോഴും പറഞ്ഞത് നിവിനേക്കാൾ നിവിന്റെ സക്സസ്, നിവിന്റെ പടം ഹിറ്റ് ആവാൻ ടെൻഷൻ അടിക്കുന്ന ആള് മീൻസ് ഓഡിയൻസ് ആണ്. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അത് ഈ ആ ഒരു ഫാക്ടർ എനിക്ക് സർവ്വമായിൽ വരുന്ന സമയത്ത് ഒരു സാധാരണക്കാരൻ നിവിൻ, നാട്ടിൻ പുറത്തുള്ള ഒരാൾ നിവിൻ, എന്നാൽ ഈ ഇടത്തരം മലയാളിയുടെ പലതരം കൺസേൺ വരുന്ന ഒരു മിഡിൽ ക്ലാസ് മലയാളിയുടെ കൺസേൺ വരുന്ന ഒരാൾ, ആ ഒരു ഫാക്ടർ അത് എനിക്ക് തോന്നുന്നത് നിവിൻ അറിയാതെ സംഭവിച്ച ഒരു സക്സസ് ഫോർമുലയാണ്. അത് ഇതിലേക്ക് വന്നിട്ടുണ്ടോ അല്ലെ? അതെല്ലാം പറഞ്ഞ എല്ലാ കാര്യവും ഇതിൻ്റെ അകത്തുള്ള സാധനമാണ്. അതായത് അഖിലും ആലോചന പ്രേക്ഷകർക്ക് എങ്ങനെയാണോ ഈ ആക്ടറിനെ കാണാൻ ആഗ്രഹം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെന്റ്സും ഇതിനകത്തുണ്ട്. ഒരു അത് ഹ്യൂമർ ആണെങ്കിലും ഈ സാധാരണക്കാരൻ ഇതാണെങ്കിലും മുണ്ടെടുത്ത് നടക്കുന്ന ഒരു നായകനാണെങ്കിലും എല്ലാം എലമെന്റ്സ് അഖിൽ അത് വളരെ കെയർഫുള്ളി അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഐഡന്റിറ്റി വരുമ്പോൾ എനിക്കും സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ. നമ്മളൊരു സാധാരണക്കാരൻ ഐഡന്റിറ്റിയിൽ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ അത്തരം റോളുകൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനത്തെ ഒരു സർവമായ പോലെ, വടക്കൻ സെൽഫി പോലെ, ഉമേഷ് നമുക്ക് ക്രാക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഇയാൾ കണ്ണിങ് ആണോ, ഇയാൾ മണ്ടനാണോ, എന്താണെന്ന് എവിടെയും ഡീകോഡ് ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഞാൻ അത്രയും റോളുകൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന. അപ്പൊ അത്തരം സിനിമ അല്ലെങ്കിൽ കഥയൊക്കെ ഭയങ്കര അന്ന് ഈ സിനിമയുടെ ഷൂട്ട് പെട്ടെന്ന് തുടങ്ങാമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സീരിയസ് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ത്രില്ലർ സിനിമകൾ ചെയ്യുന്ന, ആക്ഷൻ സിനിമകളുണ്ട്. അത് ഓക്കെ, അതൊരു ആസ് ആൻ ആക്ടർ നമ്മൾ ചെയ്യേണ്ട പല പല ജോണർ ചെയ്യേണ്ടതുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഹ്യൂമർ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ക്രിപ്റ്റ്സ് വരെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അത് ഈ സിനിമയ്ക്കകത്തും വന്നിട്ടുണ്ട്. കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു ഹ്യൂമർ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ഒരു റോൾ അത് ഹാപ്പി ആയിട്ട് വന്ന് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ്. ഇപ്പം ഞങ്ങൾ സിനിമ ആദ്യമേ സ്ക്രിപ്റ്റ് കഴിഞ്ഞ വർഷം ഡിസ്കസ് ചെയ്തതൊരു ഒരു ഒരു രീതിയിലേക്ക് എത്തിയില്ല. എന്നാൽ പിന്നെ ഈ പടം ഡ്രോപ്പ് ചെയ്താലോ എന്നൊരു ചർച്ചയൊക്കെ എത്തി. പിന്നെ അതിലൊരു ബ്രേക്കൊക്കെ എടുത്തു. എന്നാൽ ഒന്നും കൂടി ഒന്ന് റീറൈറ്റ് ചെയ്ത് വരാം എന്നൊക്കെ പറഞ്ഞൊരു വേർഷനായിട്ട് നമ്മൾ വളരെ കാഷ്വലി മീറ്റ് ചെയ്തതാണ് ട്രിവാൻഡ്രത്ത്. പുതിയ കഥ എന്താണെന്ന് പറയാൻ വൺ ലൈൻ പറയാൻ വേണ്ടി മീറ്റ് ചെയ്തതാണ്. കഥ വൺ ലൈൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അഖിലങ്കർ എന്ന് തുടങ്ങാൻ പറ്റുന്നു, അതായത് കൊതിയായി അങ്ങനത്തെ റോള്. അപ്പം നിവിന് എന്നാണ് ഫ്രീ? ഞാൻ പറഞ്ഞു നോക്കിക്കഴിഞ്ഞൊരു അടുത്തൊരു 10 ദിവസത്തിൽ ഒരു 3-4 days ഗ്യാപ്പ് ഉണ്ട്. അതൊരു
ഷിഫ്റ്റാണ്, ട്രിവാൻഡ്രം ടു കൊച്ചി ഷിഫ്റ്റിനിടയിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്, നമുക്കൊന്ന് തുടങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു. തുടങ്ങാൻ പറഞ്ഞു, എന്നാൽ റെഡി എന്ന് പറഞ്ഞു. യൂഷ്വലി സിനിമ റെഡി എന്ന് പറഞ്ഞാൽ ഒരു 60 ദിവസമൊക്കെ എടുക്കുമല്ലോ ഒരു പ്രപ്പ് എന്നുള്ള പരിപാടി. ഒന്നുമില്ല, 10 ദിവസത്തിൽ അഖില പരിപാടി ഷൂട്ട് ചെയ്ത് തീർത്തു എന്നുള്ളതാണ്. അതൊരു ഹ്യൂജ് ക്രൗഡും ക്രൗഡ് എല്ലാ പരിപാടിയും അതൊരു ഓർഡറിലല്ല, ഒരു ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചൊരു സാധനം ഷൂട്ട് ചെയ്തു. അതെ, പക്ഷെ അത് നമുക്ക് പല പല മോഡ്യൂളാണ്. അപ്പൊ നമുക്ക് ഞാൻ അച്ഛൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നല്ലോ, 10 വർഷത്തോളം അസിസ്റ്റന്റ്. അപ്പൊ നമ്മൾ എപ്പോഴും അകത്തൊരു AD ഉണ്ട്, എപ്പോഴും ഇത് സ്കെഡ്യൂൾ ചെയ്യുന്ന AD ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എഴുത്തിൽ പോലും ഞാൻ ഇപ്പൊ കട്ട് ചെയ്ത് വെട്ടിയിട്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ വെട്ടാൻ ഗ്യാപ്പ് ഞാൻ എഴുതുന്ന പോലും ടൈപ്പ് ചെയ്യുന്ന പോലും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ദിവസം 3 ദിവസം ഈ സാധനം വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. കാരണം അതിനുള്ള നമുക്കുള്ള സപ്പോർട്ടും ടീമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ധൈര്യത്തിലാണ്. നമുക്ക് കൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീമുണ്ട്, പ്രൊഡക്ഷൻ ആയാലും അല്ലെങ്കിൽ DOP ആയാലും ഇത് എക്സിക്യൂട്ടീവ് ആൾക്കാരായാലും. അപ്പോൾ ആ ധൈര്യത്തിൽ നമുക്ക് ഇത് മുമ്പും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാരം കഴിഞ്ഞു. അങ്ങനെ കുഞ്ഞായിട്ട് നമ്മൾ പോലും അറിയാതെയാണ് തീരുന്നത്. ഓരോ സ്കെഡ്യൂളിൽ നമ്മൾ അയ്യോ തീർന്നോ, വെറുതെ വന്ന് തുടങ്ങിയിട്ട് അഖില് വന്നപ്പോൾ പറഞ്ഞു, അതായത് ബാക്കിയെല്ലാം പറഞ്ഞേക്കും, നമുക്കൊരു 50-60 ഡേയ്സ് ഹാപ്പിയായി എൻജോയ് ചെയ്യാൻ പറ്റാൻ ഒരു സിനിമ, ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നീ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ആദ്യമായിട്ട് ഒരാൾ അഭിനയിക്കാൻ വിളിക്കും. മറ്റേതെല്ലാവരും പറയുമല്ലോ 60 ഡേയ്സ് വരണം, അത് കറക്റ്റ് ഒറ്റ ഷെഡ്യൂൾ ആയിരിക്കണം, ബഡ്ജറ്റ് ഇഷ്യൂസ് എല്ലാ സാധനങ്ങളുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് അഖിൽ പറഞ്ഞത് നീവിൻ എപ്പോഴാണോ ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ നമ്മൾ ഈ പടം ഷൂട്ട് ചെയ്യുന്നു. ഒരു സ്ട്രെസ്സും വേണ്ട, ഡേറ്റിന് വേണ്ടിയിട്ടൊരു നമ്മൾ കമ്പൽ ചെയ്യുന്ന പരിപാടിയില്ല, ഒരു പ്രശ്നമില്ല. നീ ഒരു 10 ദിവസം ഗ്യാപ്പ് ഉണ്ടോ നേരത്തെ അറിയിച്ചാൽ 10 ദിവസം ഷൂട്ട് ചെയ്യും, പിന്നെ 7 ദിവസം ഷൂട്ട് ചെയ്യും. അപ്പം നമ്മൾ റിലാക്സ്ഡ് ആയി. ഈ സിനിമയെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ റിലാക്സ്ഡ് ആയി. അതായത് ഒരു ഡയറക്ടർ വന്നിട്ട് അങ്ങനെ ആദ്യമായിട്ട് പറയാണ് എൻ്റെ അടുത്ത്, ഇന്ന് അതിലൊന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാൻ തോന്നുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ആ പടം അങ്ങ് തീർന്നു വിതിൻ 2 months. വേറെ തുടങ്ങായിരുന്ന ഒരു സിനിമ മാറിപ്പോയി, അപ്പോൾ ഒരു 1 month ഗ്യാപ്പ് കിട്ടി. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിൽ ആദ്യമേ പറയണം 60 ഡേയ്സ് ഒരുമിച്ച് എപ്പോഴാണോ അന്ന് ഷൂട്ട് ചെയ്താൽ മതി, നമ്മൾ വെയിറ്റ് ചെയ്യാൻ റെഡി എന്നൊക്കെ പറഞ്ഞാൽ ഈ സിനിമ ഷൂട്ട് നടക്കൂല, റിലീസ് ഉണ്ടാവില്ല. അപ്പോൾ ചില സമയത്ത് ഒരു മടിയൻ വേറെ മടിയാണ് നടന്നു എന്ന് പറയാം, സിനിമ നടന്നു. അത് ഭയങ്കര ഒരു ഈ ടീം സപ്പോർട്ട് ഭയങ്കര ഈ സിനിമയ്ക്ക് പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ എൻ്റെ അതില്ലെങ്കിൽ പറ്റില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് ഇപ്പം നിങ്ങൾ കാണുന്ന സിനിമയിൽ കാണുന്ന പല സാധനങ്ങളും സെറ്റിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ട സെറ്റപ്പ് ചെയ്യണം. പക്ഷേ ഇതിനൊക്കെ വെൽ എക്യുപ്ഡ് ടീം, പ്രൊഡക്ഷൻ ഡിസൈൻ ആയാലും അത് DOP ഇതെല്ലാം നമ്മുടെ കൂടെ ഫ്രണ്ട്സ് തന്നെയാണ്. സെയിം ടീം, സെയിം ടീം. അപ്പോൾ പണി അറിയുന്ന ഫ്രണ്ട്സിനെ കൂടെ നിർത്താന്നാണ്, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചില്ലും ചെയ്യാം, ജോലിയും ചെയ്യാം. പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സ് 2 പേരുണ്ട്, അവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഒരു കാര്യത്തിനും നോയോ ചോദ്യങ്ങളോ ഒന്നുമില്ല. സെറ്റിട്ടോളൂ, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കും, നിങ്ങൾ ഹാപ്പി ആയിട്ട് പണം ചെയ്യും, അനാവശ്യമായിട്ട് നിങ്ങൾ പൈസ ചിലവാക്കില്ല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് എന്താണോ വേണ്ടത് ആവശ്യത്തിന് ചിലവാക്കി നല്ല സിനിമ എടുക്കും. ഇത്ര ഉള്ളവരുടെ ഒരു നെയിം ഇറ്റ് ഹാവ് ഇറ്റ് ആണ്. കാരണം ഇതിന് പ്രൊഡക്ഷൻ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. കാരണം ഒരു എല്ലാം അത്യാവശ്യം നന്നായിട്ട് നല്ല ടെക്നീഷ്യന്മാരെല്ലാം നന്നായി സ്പെൻഡ് ചെയ്തിട്ടുള്ള സിനിമ. ഒരു ഫീൽ ഗുഡ് ആണെങ്കിൽ പോലും അത്യാവശ്യം വെൽ സ്പെൻഡ് സിനിമയാണ്. പക്ഷെ ഒരു ആക്ച്വലി സിനിമയ്ക്ക് അത്ര നല്ല കാലാവസ്ഥയല്ല കുറച്ച് നാളായിട്ട്, OTT ഇല്ല. അപ്പോൾ ആ സമയത്ത് ഒന്നും അവർക്ക് ഈ കഥ കേട്ടതൊരു ട്രസ്റ്റ് വന്നിട്ട്, അപ്പോൾ പിന്നെ ഓരോ ദിവസം ഷൂട്ട് കഴിയുമ്പോഴും അവർക്ക് ട്രസ്റ്റ് കൂടി വരാണ്. അപ്പോൾ പുതിയ ആൾക്കാരാണ്, അജയ് കുമാർ, രാജീവ് മേനോൻ. അപ്പോൾ അവർ അച്ഛൻ്റെ ഫ്രണ്ട്സ് കൂടിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അടിയിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാവരും ഹാപ്പി ആവുന്നൊരു എൻഡിലേക്ക് എത്തി. ഫുൾ അതിൽ രാജീവേട്ടൻ തന്നെ ഒരു റിവ്യൂ കണ്ടിട്ട് പറഞ്ഞത് എനിക്ക് അഖിലിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മതരാന്ന് തോന്നുന്നു. അപ്പൊ ഒരു അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതായത് ഇതേവരെ നമ്മളെല്ലാ സിനിമ ചെയ്യുമ്പോഴും ഒരു പ്രൊഡ്യൂസർ ഡയറക്ടർ ഇപ്പോൾ ഒരു ക്ലാഷ് നമ്മൾ കാണും. ബഡ്ജറ്റ് കൂടുന്നു, ഡേറ്റ്സ് കൂടുന്നു, ഡേറ്റ്സിന്റെ ഇഷ്യൂ, ഇങ്ങനെ പല ഇഷ്യൂ ആണ്. ഇവിടെ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. രാജീവന്റെ ഇടയ്ക്ക് ഇങ്ങനെ വരും, ഒരു ചായ കുടിച്ചിട്ട് ഓക്കെ അല്ലേ പോകും. അല്ലാതെ ഒരു അജയൻ അബുദാബിയിലാണ്, അജയന്റെ ഇടയ്ക്ക് വരാറുള്ളൂ. പക്ഷെ 2 പേരാണെങ്കിലും വരുമ്പോ നമുക്കൊരു സ്ട്രെസ് ഇല്ല, ഹാപ്പി ആയിട്ട് എല്ലാം രണ്ട് മാന്യന്മാര് വരുന്നു, കാണുന്നു, ഹാപ്പി അല്ലേ, സുഖമല്ലേ ചോദിച്ചു അവർ പോകും. അപ്പൊ നമുക്കും അവരോടൊരു പറയാതെ തന്നെ ഒരു കമ്മിറ്റ്മെന്റ് വരികയാണ്. അപ്പൊ നമ്മളാലേക്ക് ഒരു ഈ സീൻ നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ നാളേക്ക് വെച്ച് ഇത്ര ചെലവ് വരും, വേണ്ട നമുക്ക് ഇന്നെ തീർത്തേക്കാം, കാരണം അവരാണല്ലോ. അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ് നമ്മളോടും. പക്ഷെ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബിജു തോമസ് എന്നുള്ള ഞാൻ കുട്ടിക്കാലം മുതൽ കാണുന്ന അച്ഛന്റെ തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ കൺട്രോളാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് തന്നെ സഹകരിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെ മെയിൻ പേടി ബിജുവേട്ടനാണ്, കാരണം പുള്ളി ടെറർ. അതെ. പക്ഷെ നമുക്ക് ഞാൻ ഞെട്ടിപ്പോയത്, നമുക്ക് ഇപ്പോ നിവിൻ കുറച്ചധികം ഡേറ്റ്സ് കിട്ടി നിവിന്റെ. ഇത് നിവിൻ പറയുന്നത് പൂജ ചെയ്തിട്ട് നിങ്ങൾ എന്താ കൂടത്തിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പടം ചെയ്യാന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട്
ചെയ്യാനിരുന്ന പടങ്ങളൊക്കെ മാറി മാറി പോവാണ്. ഒന്നാമത് പൂജ റിലേറ്റഡ് സാധനം. അപ്പം ചോദിച്ചത് എന്ത് കൂടോത്രമാണ്, എല്ലാ പടം മാറി പോവാണല്ലോ, എന്റെ പടം മാത്രം മതി എന്നുള്ള. രണ്ട് തിരുമേനിമാരാ ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിലൊക്കെ ഞാനിപ്പോ നോക്കുമ്പോൾ നമ്മൾ തമാശക്കാണെങ്കിൽ ഇതിന് രണ്ട് നമ്പൂരിമാര് കൂടെ ഉണ്ട്. ഇത് കണ്ടിട്ട് ഒരു നമ്പൂരിക്ക് ഫീൽ ചെയ്തെന്നുള്ള വാശി ഉണ്ടായിരുന്നു. അപ്പോ നിവിൻ ചെയ്യുന്ന എല്ലാ പൂജയും കറക്റ്റ് പൂജകളാണ്. അജു ചെയ്യുന്ന അജു അത്യാവശ്യം ഇനി പൂജ പഠിക്കുന്ന സെറ്റപ്പിലൊക്കെ പൂജ ചെയ്തു കൊടുക്കാവുന്നത്. ഒരു ഇപ്പം നിവിന്റെ ഒരു കരിയർ അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ആളുകൾ ഇപ്പം ഒരു പബ്ലിക് ഫംഗ്ഷന് പോയാൽ പോലും നിവിനെ ആളുകൾ റിലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സിനിമയിലേക്ക് കണക്ട് ചെയ്യുന്ന നിവിന്റെ ചില മാനേഴ്സ് ഉണ്ട്. ഞാൻ പറയുന്നതാണ് ഇപ്പം കണ്ണിലേക്ക് കൂടി കണക്ട് ചെയ്യുന്ന ഒരു ചിരി. ഞാൻ പറഞ്ഞാൽ അതിപ്പം ഇപ്പം കള്ളച്ചിരിയെന്നോ അല്ലെങ്കിൽ സിനിമയുടെ ചിരിയെന്നോ അല്ലെങ്കിൽ ഒരു ഞാൻ തുടക്കം മുതലേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കുന്ന ഒരു പബ്ലിക് ഫംഗ്ഷന് പോയാൽ പോലും നിവിൻ ഷൂട്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. ഉമേഷിന്റെ ചിരിയായോ അല്ലെങ്കിൽ പിന്നെ പ്രകാശന്റെ ചിരിയായോ പല ക്യാരക്ടറിൻ്റെ ഇതായിട്ട് വരുന്ന സമയത്തുണ്ട്. എനിക്കൊന്ന് ആളുകളെ സംബന്ധിച്ചുള്ള എപ്പോഴും അവരേറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ വരിക, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള, അതായത് ബാക്ക് ബെഞ്ചറായിട്ട് റിലേറ്റ് ചെയ്യണം, ഫ്രണ്ട് ബെഞ്ചർ, എല്ലാ തരത്തിലും മലയാളിക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ആക്ടറായി നിൽക്കുന്നു എന്നുള്ളത് ഈ ഏറ്റവും കൂടുതൽ ക്യാരക്ടർ അങ്ങനെ ചെയ്തത് കൊണ്ടുകൂടിയുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടില്ലേ? അതായത് ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യിക്കാൻ പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. പാളാൻ കൂടി അതായത് എന്റർടൈൻ ചെയ്ത് പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ട്രോളും. എന്നാൽ അത് എഫക്റ്റീവ് ആവുകയും വേണം. അപ്പോൾ അത് എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നു അത് ആൾക്കാർക്കും ആ കണക്ട് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയും ഈ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ ചെയ്യൂ, ഹ്യൂമർ സിനിമകൾ ചെയ്യൂ. കാരണം ഇപ്പോൾ അവർ ടി വിയിലാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ബാക്കിയുള്ള സിനിമകളല്ല, എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ. അപ്പോൾ നമ്മളും ഇപ്പോൾ തിരിച്ച് നമ്മുടെ ചെറുപ്പകാലത്തെ സിനിമകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മൾ കൗണ്ടർ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ഡയലോഗ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മീംസ് എല്ലാം വരുമ്പോൾ എല്ലാം ഈ ഹ്യൂമർ സിനിമകൾ അല്ലെങ്കിൽ എൻ്റർടൈൻ സിനിമകൾ നമ്മളെ കണക്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ് എല്ലാവരും പറയുന്നത്. ബാക്കി എല്ലാ സിനിമകളും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എല്ലാം പറയുന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ സോൾ കണക്റ്റഡ് എന്ന് പറയുന്നത് ആ സിനിമകളാണ് വരുന്നതാണ്. അപ്പോൾ അതിപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഭയങ്കര മിസ്സിംഗ് ആണ്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണുമ്പോൾ വാവ് ഫാക്ടർ അടിക്കുന്നത്, പിന്നെ ഒ ടി ടിയിൽ അത് റീവാച്ച് ചെയ്യാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. തിയേറ്ററിൽ നമുക്ക് ഭയങ്കര ഹൈ തരും, അത് റിയലി ഹൈ തരും. കാരണം ആ എഫേർട്ടും അവരുടെ ടെക്നിക്സും എല്ലാം നല്ലതാണ്, റൈറ്റിംഗും എല്ലാം നല്ലതായിരിക്കും. പക്ഷെ വൺ ടൈം കഴിഞ്ഞാൽ തിരിച്ചെത്തി വീട്ടിലെത്തി രാത്രി ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ അത് പ്ലേ ചെയ്യാൻ തോന്നില്ല. റിപ്പീറ്റ് വാച്ച് അപ്പോൾ നമ്മൾ പറയുന്ന സർവമായി എപ്പോഴും ആഫ്റ്റർ 20 years പോലും, ഇപ്പൊ എന്റെ മകന് പോലും പ്രായം കഴിഞ്ഞാൽ അവന് അച്ഛൻ്റെ ഇഷ്ടമുള്ള സിനിമയായിട്ട് ഇത് കാണാൻ പറ്റുന്നെങ്കിൽ അത് സന്തോഷമാണ്. റിപ്പീറ്റ് വാല്യൂ വരുമ്പോൾ എപ്പോഴും നിവിന്റെ പടങ്ങളുടെ ഒരു കോംബോ ഇത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും റിപ്പീറ്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ നമ്മള് ഉമേഷ് എന്ന് പറയുന്ന സമയത്ത് ആ സിനിമ ഇപ്പോഴും ലവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ധ്യാനമുള്ളത്, എനിക്ക് ടോട്ടലി വർക്കായിട്ടുള്ള പടമല്ല. ലവ് ആക്ഷന്റെ ക്ലിപ്പ് വന്നാൽ നമ്മളത് പോസ് ചെയ്യാതെ അല്ലെങ്കിൽ അത് കണ്ടിട്ട്, മല്ലിക സുമാരനായിട്ടുള്ള കോമഡി, അജു ആയിട്ടുള്ള മറ്റേ ഹോട്ടൽ സീൻ, നമ്മൾ ഇത് എത്രയോ തവണ ഇത് നമ്മൾ ഇന്നലെയും കണ്ടതല്ലേ എന്ന് തോന്നുന്ന വിധത്തിൽ എന്തോരം ക്ലിപ്പുകൾ നമ്മൾ സ്ക്രിപ്റ്റുകൾ നോക്കുമ്പോൾ എല്ലാം ഈ ഒരു സോണിലാണ് നോക്കുന്നത്. കാരണം ഞാൻ ഈ 60 days ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇനി ഒരു 1 year ഞാൻ എന്റർടൈൻമെന്റ് സിനിമകൾ മതി, അല്ലെങ്കിൽ അത്തരം സ്ക്രിപ്റ്റുകൾ ചെയ്താൽ മതി എന്നുള്ള ഒരു തോട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ കേൾക്കുന്നത് അല്ലെങ്കിൽ സെലക്ട് നായിക്കിനോട് ഒരാൾ ഇങ്ങനെ ഒരു പരിപാടി വന്നിട്ട് പിടിച്ചാലോ, എന്റർടൈൻമെന്റ് ആണോ പിടിച്ചോ, ബാക്കി വന്നോളും, അതിന്റെ ഒരു രീതിയിൽ വന്നോളും. ആ ധൈര്യമുള്ളത് ഈ എൻജോയ് ചെയ്ത് ചെയ്യാന്ന് പറയുന്നത് അത് ടാലന്റ് ആണ് ശരിക്കും പറഞ്ഞത്. അല്ലാതെ ഇപ്പൊ ഒരു അഭിനയക്കാരത്തെ എൻജോയ് ചെയ്തിട്ട് കാര്യമില്ല ക്യാമറയ്ക്ക് മുന്നിൽ. അപ്പൊ അത് ഇപ്പൊ ലാൽ സാറാണെങ്കിൽ എന്തുകൊണ്ട് മോഹൻലാൽ ചെയ്യുന്ന പോലെ അത് വളരെ അണ്ടർ എസ്റ്റിമേറ്റ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഒരു കുഷ്ഠരോഗി സ്റ്റേജിൽ കയറി കരഞ്ഞാൽ ആൾക്കാർ കൈയടിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനെപ്പോഴും നമുക്ക് അഭിനയിക്കാൻ ചാൻസ് വെച്ചാൽ ഓഡിഷൻ വീഡിയോ അയക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾ ദയവിധ അലറി അഭിനയിക്കല്ലേ, കരഞ്ഞ് അഭിനയിക്കല്ലേ, നാച്ചുറലി നിങ്ങൾ വീട്ടിൽ അമ്മയായിട്ടുള്ള സംസാരം ഷൂട്ട് ചെയ്ത് അയക്കും, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് കാമുകയായിട്ടുള്ള ഒരു കാഷ്വൽ ടോക്ക്, അതിലാണ് നമുക്ക് പെർഫോമൻസ് കിട്ടുന്നത്. അല്ലാതെ അലറി ഇപ്പോഴും ഭയങ്കര അഭിനയം എന്ന് പറയുന്നത് ഭയങ്കര കരഞ്ഞ് അലറി വിളിച്ച് ആ ഒരു കുഷ്ഠരോഗി അഭിനയം കിടക്കുന്നുണ്ട് എവിടെയോ. അത് നിവിനൊക്കെ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കറിയാലോ, നമുക്ക് ഈസി അല്ല. ടൈമിങ്ങും അതൊരു ടാലന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ആ ടാലന്റ് എല്ലാവർക്കും കിട്ടണമെന്നില്ല. ലാൽ സാറിന് അത് അതിഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ എന്നാൽ മാത്രം ആ സീനൊക്കെ എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതൊക്കെ വേസ്റ്റ് ആണ്. നമ്മൾ എഴുതുന്ന സീനൊന്നും ഇവഞ്ച്വലി കിട്ടിയില്ലെങ്കിൽ വേസ്റ്റ് ആണ്. അപ്പൊ ഇവർ എൻജോയ് എന്ന് പറയുന്നത് അവരറിയാതെ അവർക്ക് ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു ടാലന്റ് ആണ് ശരിക്കും. അത് വളരെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുള്ളൂ. മലയാള സിനിമയിൽ നിവിന്റെ ഏജ് ഗ്രൂപ്പിൽ ഏറ്റവും നന്നായി ഹ്യൂമർ ചെയ്യുന്നത് വിത്തൗട്ട് ഡൗട്ട് നിവിൻ തന്നെയാണ്, ഒരു സംശയമില്ല. ആ ഹ്യൂമർ ചെയ്യാന്നുള്ളത് അത്രയും എഫേർട്ടുള്ള കാര്യമാണ്. നമുക്ക് ആസ് എ ക്രിയേറ്റർ നമുക്ക് ഇപ്പുറത്ത് മനസ്സിലാവും ക്യാമറയ്ക്ക് പുറകെ നിൽക്കുമ്പോൾ. അപ്പോൾ അച്ഛനായാലും ഇപ്പോൾ ചിന്തിക്കുമ്പോഴും ഇപ്പോൾ ലാൽ സാറിന്റെ പടം എന്തുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് കാണുന്നുള്ളത്, ആ സോണിൽ പുള്ളിക്ക് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെയും ജയറാമന്റെ വന്നത്. അപ്പോൾ
ഇതൊരു എപ്പോഴും ആൾക്കാർ അത്ര വിലയില്ലാത്തൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു എന്റർടൈൻ പടമല്ലേ. ഒരു മേക്ക് ഓവറും അല്ലെങ്കിൽ അതെ, ഈ അതെ, പറഞ്ഞ അതെ. മറ്റൊരു ക്യാരക്ടറായി അതെ, അതെ. ചെയ്യുമ്പോൾ ഈ ലൗഡ് കെട്ടിക്കാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് ഒരു സിമ്പിൾ ഇമോഷൻ. അച്ഛനോട് ആൾസാർ പണ്ട് ഡയലോഗ് ഉള്ള സീനേക്കാളും ചുമ്മാ ഒരു കാഷ്വലി നോക്കി ഒരു ഹ്യൂമർ. ഇപ്പൊ എന്തുകൊണ്ട് ആൾസാർ പട്ടണം ഒരു സിറിഞ്ചിന്റെ ഷോട്ട് ഉണ്ടല്ലോ, അതിനകത്ത് ഡയലോഗ് ഇല്ല. പക്ഷെ അതൊരു എക്സ്പ്രഷൻ ഒരു പീക്ക് ആക്ടിങ് ആണത്. എത്രയോ ഒരു വൺ ഇമോഷൻ ആയിട്ട് അലറി വിളിച്ചിട്ട് കരഞ്ഞ അഭിനയത്തെക്കാൾ എത്രയോ മേലെയാണ് നിൽക്കുന്നത്. അപ്പൊ നിവിൻ അടക്കമുള്ളവർക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ BTS വന്നപ്പോ ഈ കോമ്പിനേഷൻ ഹൃദയപൂർവ്വമായിട്ടേ അതെ. എന്റെ എനിക്കൊന്ന് റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ സ്ക്രീൻ പ്ലസ് ഓഫ് സ്ക്രീൻ ഉണ്ടല്ലോ. അതെ, അതെ, അതെ. ഇപ്പൊ ഒരു ആക്ടർ വരുന്നു, കാരവാനിലേക്ക് പോകുന്നു, ഷോട്ട് കഴിയുന്നു എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ, ഒരു കോളേജ് ഫെസ്റ്റിനൊക്കെ പ്രോഗ്രാം അതെ, ചെയ്തിട്ട് അതെ, അതെ. ഉള്ളൊരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നത് അതെ, പോലെ റാപ്പോ സെറ്റ് അതെ, ചെയ്യാന്നുള്ളത് ഭയങ്കര, അതെ, അതെ. അല്ലെങ്കിൽ അത് പേഴ്സണലി കൂടി ഭയങ്കര ഫാക്ടറാണ്. അതെ, എനിക്ക് അച്ഛൻ്റെ കിട്ടി. അച്ഛൻ സിനിമകൾ എപ്പോഴും നമുക്ക് സെറ്റ് ഭയങ്കര ഒരു ഹാപ്പി പ്ലേസ് ആണ്. ഒരിക്കലും ആരെയും വീട്ടിലേക്ക് എടുക്കുക അല്ലേ ആളുകളെ. അതെ, അതെ, അതെ. വീട് തന്നെയാണ് അച്ഛൻ എപ്പോഴും. അച്ഛൻ്റെ സെക്കൻഡ് വീട് പോലെയാണ് ഫാമിലി. അപ്പോൾ എന്നും പിന്നെ റിപ്പീറ്റ് ചെയ്യും ടെക്നീഷ്യന്മാർ. അതിനൊരു ഗുണം എന്നുള്ളത്, ഒരു പുതിയ സിനിമയാണെങ്കിലും ഞാൻ വരുന്നത് വാ തുടങ്ങാം എന്ന് പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഹലോ പരിചയപ്പെട്ട് ഇതാണ് കേട്ടോ ഷോട്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല, തുടങ്ങല്ലേ. അപ്പോൾ അതും അവർക്ക് പണി അറിയുന്നു. അപ്പോൾ ശരണാണെങ്കിൽ പോലും ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. സിംഗ് സൗണ്ടാണ് അനിൽ രാധാകൃഷ്ണൻ, അവർ ബോളിവുഡിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതും പ്ലസ് എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആൾക്കാരാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ, നിവിനെപ്പോൾ ഒരു ആക്ടർ ഉണ്ട്. അപ്പോൾ പിന്നെ ഫ്രണ്ട്സ് ചേർന്നൊരു ഹാപ്പി ആയിട്ടൊരു ഐറ്റം ഉണ്ടാക്കുകയാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. സിനിമ നമുക്ക് നമ്മുടെ സന്തോഷമാണ് ഹിറ്റായി. പക്ഷെ ഈ ഒരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമയിലെ ഹീറോനെ പറ്റി ആലോചിക്കുന്നത്. സാധാരണ നമ്മളെപ്പോഴും ഞാൻ അതുകൊണ്ട് ചോദിക്കാം, പാതി വെച്ചിട്ട് അതിന്റെ തിയേറ്ററിക് സക്സസോ അതിന്റെ റിസൾട്ടിനോ മുമ്പ് തന്നെ നിങ്ങൾ അടുത്ത കൊളാബറേഷൻ ഇത് ഹിറ്റാണോ എന്നും അറിയില്ല. പക്ഷെ അടുത്ത കഥ സംഭവിക്കണം, അത് വലിയൊരു അനുഗ്രഹമാണ്. ഒരു നല്ല നിവിൻ അപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുള്ളി ഭയങ്കര പിക്കിയാണ്, സീനൊക്കെ ബുദ്ധിയുണ്ട്, അതുകൊണ്ട് പറ്റിക്കാൻ പറ്റില്ല. ആ ഗുണം എന്നുള്ള നമ്മളെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും ഓരോ സീനും. കാരണം ഇങ്ങനെ കുത്തിരുന്ന് പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് സ്ക്രീൻ പ്ലേയില്. അപ്പോൾ പക്ഷെ ധൈര്യമായിട്ട് നമുക്ക് ഇയാളുടെ കൂടെ വർക്ക് ചെയ്യണമല്ലോ എന്ന് ചിന്തിച്ചിട്ട്, പക്ഷെ ആ ഒരു ചിന്ത തുറക്കുമ്പോൾ തന്നെ നമുക്ക് തെളിയാണ് പല പല കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരു സിനിമ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. അൽത്താഫായിട്ടൊരു ആലോചനയുണ്ട്. അപ്പോൾ വൺസ് ചെറിയ അഡിക്റ്റീവാണ്, അത് ശരിയാക്കണം. അത് നമുക്കാണെങ്കിൽ ഇപ്പം സിനിമ ചെയ്ത് കഴിഞ്ഞാൽ വേറെ സിനിമകളെ കുറിച്ചാണല്ലോ ആലോചിക്കും. ഞാൻ ആണെങ്കിൽ നമുക്ക് അടുത്ത പരിപാടി ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആലോചിക്കാം. കാരണം ഒരു സിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓക്കെയാണ്. പിന്നെ എനിക്കൊരു ആക്ടേഴ്സിന് എപ്പോഴും സംശയം ഉണ്ടാവുമല്ലോ, ഇതിങ്ങനെ പറയണോ, ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ ബെറ്റർ ആണോ. അത് ചിലവർ മാത്രമാണ് ജഡ്ജ് ചെയ്യാതിരിക്കുള്ളൂ. അതൊരു ഓപ്പൺ കോൺവെർസേഷൻ ആയിട്ട് എടുക്കും. അതിനകത്ത് മണ്ടത്തരം ഉണ്ടാവും, അത് ബ്ലണ്ടേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതിന് പിന്നീട് ഒരിക്കലും ഇതൊരു കളിയാക്കൽ പോയിന്റ് ആയിട്ട് എടുക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരുള്ളൂ. അതിലങ്ങനെ എനിക്ക് ഓപ്പൺ ആയിട്ട് എന്ത് സംസാരിക്കാം. അപ്പം അത് ഭയങ്കര മണ്ടത്തിൽ അഖിൽ പറയുമ്പോൾ സൂപ്പർ മണ്ടൻ ബുദ്ധി അടുത്ത് പറയും. അപ്പൊ നമുക്ക് അങ്ങനെ ആ പ്രശ്നമില്ല. ചിലവർ ഇത് എടുത്തു അതൊരു ഈഗോ ക്ലാഷ്, അത് നാളത്തേക്കും വരുന്ന ഒരു ബുദ്ധിമുട്ടാവും. ചിലവർ ഇത് എടുത്തു വെക്കും, പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഇത്തിരി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. പിന്നെ അത് എന്തിനാണ് വെറുതെ നമ്മൾ ബുദ്ധിമുട്ടുന്നത്, അവർ എഴുതിയതിൽ ഇങ്ങനെ ഒരു തോന്നൽ വരും. ഈ ഓപ്പൺ ഇത് വരും ഭയങ്കര സുഖമാണ്. അല്ലെങ്കിൽ ഒരു 3-4 പേജ് സീനാണ് കാലത്തെങ്കിൽ നമുക്ക് കാലത്ത് കിട്ടില്ല, അപ്പം തന്നെ ഞാൻ ഇറങ്ങി അങ്ങോട്ട് പോകും. എന്തിനാണ് 4 പേജ്, 2 ആക്കും, വെറുതെ വലിച്ചൊരു പെട്ടെന്ന് നമുക്ക് റൂമിൽ പോകാമല്ലോ എന്ത്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് സംസാരിച്ച് ഇത് ചെയ്യും. പക്ഷെ സീൻ എന്താണോ വേണ്ടി സിനിമയ്ക്ക് എന്താണോ നമ്മൾ ഷൂട്ട് ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ അത് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ മുമ്പ് സച്ചിൻ സാറിൻ്റെ ഒരു പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇതിനെ കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ചെയ്ത സിനിമയിലെ ക്രൂവിനെ അവിടെ കണ്ടു നമ്മുടെ. അപ്പം ചേട്ടാ ഇവിടെ എത്തിയോ? അപ്പോൾ ആ സിനിമ കഴിഞ്ഞോ? ആ സിനിമ കഴിഞ്ഞില്ല, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ ആകുമ്പോൾ നല്ല ഹാപ്പിയാണ്. അതായത് എല്ലാവരും ഹാപ്പി ആണെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരുടെയും എനർജി ഭയങ്കര പോസിറ്റീവാണ്. ആ സീൻ തീരുന്നതും സിനിമ തീരുന്നതും നമ്മൾ അറിയില്ല. ആ പോസിറ്റീവ് എനർജി ആ സിനിമയുടെ റിസൾട്ടിനും ഉണ്ടാവും. അല്ലാതെ കഷ്ടപ്പെടുത്തുക എന്നുള്ളൊരു ആംഗിളില്ല. അപ്പോൾ സത്യൻ സാറ് മുമ്പ് മുതൽ ഞാൻ വർക്ക് ചെയ്ത സിനിമയ്ക്കകത്ത് അങ്ങനെ തന്നെയാണ്. കാലത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു, എല്ലാവരും ഹാപ്പി ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. സ്ട്രെസ്ഫുൾ ജോബാണ്, പൈസയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് അഖിലും കണ്ടിന്യൂ ചെയ്യുന്നത്. പ്ലേ ബുക്കിൽ കളിക്കുകയാണ് ആ ലെഗസി എന്തോ അത്
എനിക്കത് അതിന്റെ റിസൾട്ട് കണ്ടോണ്ടാണ്. അതായത് ഒരു ബെസ്റ്റ് വേ, അതാ ഞാൻ നമ്മൾ ഹാപ്പിനെസ് കൊണ്ടുണ്ടാക്കുന്ന ഒരു അതെ, പ്രൊഡക്റ്റ് അതെ. അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ലൈറ്റ് പിടിക്കുന്ന ആള് പോലും ആ സീൻ എൻജോയ് ചെയ്തിട്ടാണ് നോക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തമാശ പറയുമ്പോൾ അവരും ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇവരുടെ കൂടിയാണെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. പിന്നെ അച്ഛന് എനിക്ക് ആക്ടേഴ്സിനെ റിപ്പീറ്റ് ചെയ്യുന്നത് ഇപ്പൊ ശങ്കരാടി അങ്കിളായാലും അല്ലെങ്കിൽ ഒടുവിൽ അങ്കിളായാലും എല്ലാവരും ഞാൻ കേട്ടിട്ടുണ്ട്. ശങ്കരാടികളൊക്കെ അച്ഛന്റെ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ പുള്ളി വരും, കാറിൽ കയറി വരുന്നത്. പുള്ളിക്ക് കോസ്റ്റ്യൂം ഉണ്ടോ ചോദിക്കും. ഒന്നും അറിയില്ല, പക്ഷെ റോളിന് ഉറപ്പാണ്. അപ്പോ ഇവരൊക്കെ നല്ല പണി അറിയാത്തവർ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒരു ടീമിനെ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു? ഇപ്പൊ ശ്രീനങ്ങളാണെങ്കിൽ പോലും, ആസ് റൈറ്റർ ആണെങ്കിൽ പോലും, ലാൽ സാർ ആണെങ്കിൽ പോലും. അപ്പോൾ ആ കംഫർട്ട് ഹിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് വലിയൊരു പ്ലേ ഗ്രൗണ്ട് ആണ്. നമുക്കിവിടെ ഫ്രഷ് ക്രിയേഷൻ കൊടുക്കാൻ പറ്റും, നമുക്ക് ബോറടിക്കില്ല. അപ്പോ ഞാനിപ്പോഴും സർവമായ പോലെ അല്ലാത്തൊരു സിനിമ ഒരേ ആൾക്കാരാണ്, പക്ഷെ പുതിയതാണ് അതെ 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 ഉണ്ടാക്കുന്നത്. അത് നമുക്ക് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ശ്രീനകളാണെങ്കിൽ പോലും ഇപ്പൊ ചന്ദ്രലേഖയല്ല തേന്മായി കൊമ്പത്ത് പറയുമ്പോൾ സെയിം ആക്ടേഴ്സ് ആണ്, സെയിം ശ്രീനഗ, എല്ലാം കോമ്പിനേഷൻ ഒന്നാണ്. പക്ഷെ സിനിമകൾ രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പോൾ അത് നല്ല സമാധാനം തന്നെയാണ്. വേറെ അങ്ങനെ ടെൻഷനൊന്നുമില്ല. ഫോൺ എടുക്കും, വിളിച്ച ഫോൺ എടുക്കും. അത് എനിക്ക് തോന്നുന്നു വലിയൊരു സംഭവമാണ്. തിരിച്ചു വിളിക്കുന്ന സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ലാൽ സാർ വിളിക്കാറുണ്ട്. ഒരു കാര്യം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ വീട്ടിലേക്ക് എടുക്കാന്ന് പറയുന്ന സമയത്ത് ഞാൻ നിൽക്കുന്നത് ഇപ്പം അഖിലിനാണെങ്കിലും സത്യൻ സാറിനാണെങ്കിലും അങ്ങനെ ഒരു സാധനമുണ്ട്. ഇത് വീടും സിനിമയും രണ്ടല്ല എന്നുള്ളത്. എനിക്ക് നിവിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്, നിവിന്റെ ഒരു 15 years ജേർണി നോക്കുമ്പം നിവിൻ ഭയങ്കരമായിട്ട് ഇപ്പം അത് അൽഫോൺസിനെ ആണെങ്കിലും വിനീതിനെ ആണെങ്കിലും അതൊരു പേഴ്സണൽ വീട്ടിനകത്തേക്കാണ്. ഞാൻ നിവിന്റെ പുതുതായി താമസിക്കുന്ന സ്ഥലത്ത് ഇവരുടെ ഫോട്ടോ ഒന്നിച്ച് പ്ലേസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉറപ്പായും അവിടെ ഒരു മെന്ററിങ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ സിനിമ പലപ്പോഴും ഈ പറഞ്ഞ വ്യക്തിബന്ധങ്ങളൊന്നും ആ നിലയ്ക്ക് പരിഗണിക്കപ്പെടുന്ന ഒരു സംഗതിയായിട്ട് മാറാറില്ല. സക്സസിനൊപ്പമുള്ള ഒരു ട്രാവലായിട്ടാണ് കാണാറുള്ളത്. പക്ഷെ നിവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ അഖിൽ സത്യൻ പടം വരെയുള്ള സാധനത്തുന്ന സമയത്ത് ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് ഇതിനെല്ലാം കണക്കാക്കുന്നത്. സിനിമ അങ്ങനെ അതിലൊരു ഗ്രാറ്റിറ്റ്യൂഡിന് എല്ലാ ഘട്ടത്തിലും കൊണ്ടുപോകുന്നു. അല്ല, ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഒരു വ്യക്തിയുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടായിരിക്കും ഞാൻ എഴുന്നേൽക്കുക. അപ്പോൾ എനിക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സിനും നന്ദി പറഞ്ഞിട്ടായിരിക്കും ഞാൻ എല്ലാ ദിവസവും എഴുന്നേൽക്കുക. അത് സിനിമ എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഫാമിലി ആണെങ്കിലും നമുക്കുണ്ടായിട്ടുള്ള സക്സസ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും എല്ലാം നന്ദി പറഞ്ഞ ദിവസം തുടങ്ങാമെന്നുള്ളൊരു കാര്യം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് അന്ന് വന്നപ്പോൾ കണ്ട ഫോട്ടോ അത് ഞാൻ അവരോട് ചോദിക്കും. അവർ കണ്ടിട്ട് ഒന്നും ഇല്ല ഇതുവരെ, പിന്നെ ഇതങ്ങനെ വന്നിട്ടില്ല. അൽഫോൺസ് ഒരിക്കൽ വന്നു, പക്ഷെ അൽഫോൺസ് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അവനോട് പറഞ്ഞില്ല, എടാ നോക്കണമെന്നും പറഞ്ഞു. ഫോട്ടോ ഇരിപ്പുണ്ട്. അത് കൂട്ടുകാരാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ആ സിനിമ പ്ലേസ് ചെയ്യപ്പെട്ടത് കൂട്ടുകാർ എന്നുള്ള നിലയ്ക്കല്ല. അവിടെ ഒരു ആര് വന്നാലും എന്തൊക്കെ പറഞ്ഞാൽ ഇവരാണ് എൻ്റെ തുടക്കക്കാർ. എനിക്ക് ആ തുടക്കം തന്ന രണ്ടുപേര് ഇവർ തന്നെയാണല്ലോ. അപ്പം അതവിടെ ഉണ്ടാവും. അതെന്നായാലും അത് അവിടെ ഉണ്ടാവും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കൂട്ടുകാരനേക്കാൾ ഉപരിയായിട്ട് അവർ തന്നിട്ടുള്ള ഒരു പുഷ് ഉണ്ട്, ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ വിനീതൊക്കെ ആണെങ്കിലും ഒരു പടവും 2 പടമൊന്നും അല്ല, മനസ്സിലായില്ലേ? എപ്പോഴൊക്കെ ആവശ്യം ഉണ്ടോ അപ്പ കോൾ വന്നിരിക്കും, പോരെ അതെ സിനിമ ഉണ്ടാവും. അൽഫോൺസിലൂടെയാണെങ്കിൽ നമ്മളൊരു ഇത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ എഴുത്തുകാരിലൊക്കെ നടക്കുന്നു. അപ്പം ബാക്ക് ടു ഫ്രണ്ട്സ് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഭയങ്കര അങ്ങനത്തെ പരിപാടികൾ മാത്രം ഇനി ഫോക്കസ് ചെയ്ത് പോവാം. നിവിന്റെ ഇൻട്രസ്റ്റിംഗ് ലൈനപ്പാണ് വരാൻ പോകുന്നത്. അല്ല, അത് ഉറപ്പായി. ഞാൻ അനൗൺസ് ചെയ്തു. ഇപ്പൊ ഇതിന് ശേഷം ഗിരീഷിന്റെ പടം അടുത്ത വർഷമുണ്ട്. അപ്പൊ എനിക്കൊന്ന് ലൈനപ്പിൽ പോലും നിവിനെ സച്ചിൻ ബാറ്റ് ചെയ്യാൻ സച്ചിൻ ബോൾ ചെയ്യാറുണ്ട്. പക്ഷെ സച്ചിൻ ബാറ്റ് ചെയ്യാൻ അല്ലെ വല്ലപ്പോഴും ബോൾ 5 വിക്കറ്റ് അടിച്ചു. മൂത്തോലില് 5 വിക്കറ്റ് അടിച്ചില്ല. ഞാൻ പോലും നിവിന്റെ അടുത്ത് പറയാനുള്ള സാധനം ഞാൻ നിവിന് ഒറ്റ സിംഗിൾ സ്വിച്ചിൽ ഇപ്പുറത്ത് സക്സസിൽ കയറി വരാൻ പറ്റുന്ന ഇപ്പോഴത്തെ ആക്ടറിൽ ഒന്നാമത്തെ ആളാണ് നിവിൻ. ആ സ്വിച്ച് നിവിന്റെ സാധനമുണ്ടല്ലോ, അതൊരു ചെറുതല്ലാത്തൊരു സാധനമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ നമ്മൾ ഇപ്പോഴാലോചിക്കുന്ന സമയത്തും ഞാനത് തൃപ്പൂണിത്തുറ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തത് ആ സീനിന് എൻ്റെ, അതായത് എത്ര പേര് അവിടെ ഇരിപ്പുണ്ടോ ആ മുഴുവൻ ആളുകൾ ഒരേ ഇതില് അതൊരു ചെറിയ അല്ലേ ഒരു കൈൻഡ് ഓഫ് ഒരു കാമിയോ റോളിന് കിട്ടുന്നതാണ്. അവിടെ ഒരു സെൽഫ് ട്രോൾ എലമെന്റ് ഉണ്ട്, ഫണ്ണുണ്ട്. ഒന്ന്, അങ്ങനെ ഒരു ആക്ടറോട് ചെയ്യാൻ തീരുമാനിക്കുന്നു. 2,
അതിന് കിട്ടുന്ന ആക്സെപ്റ്റൻസ് ഉണ്ട്. എനിക്കൊന്നും ഇപ്പൊ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ്. കാരണം നിവിനോട് തന്നെ എനിക്ക് ക്രൗഡ് ഈ ഡയലോഗ് പറയാമോ എന്നല്ലേ, പിന്നെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയാൽ ഇതിലെ ഡയലോഗ് പറയണമെന്ന് പറയാം. അതൊരു ഒരു അല്ലേ വല്ലാത്തൊരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന സംഗതി. അത് നമ്മുടെ സിനിമകൾ ഇങ്ങനെ ഈ എന്റർടൈൻമെന്റ് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും വന്ന് പല ശബ്ദങ്ങൾ നമുക്ക് വരുമല്ലോ. നമുക്ക് ഇൻഡസ്ട്രി അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ എല്ലാവരും പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ജോണറിൽ മാത്രം ചെയ്തു പോയിക്കൊണ്ട് നമുക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും. പിന്നീടുള്ള സിനിമകൾ ചെയ്യുമ്പോൾ നിനക്കൊരു ആക്ഷൻ സിനിമ ചെയ്യേണ്ടി വന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഒരു ബ്രിഡ്ജിങ് ടൈമിൽ കൃത്യമായി പല പല ജോണർ സിനിമകൾ ചെയ്തു തുടങ്ങണം. മാത്രമല്ല എന്റർടൈനേക്കാൾ ഉപരിയായിട്ട് നീ ഒരു ആക്ടറും കൂടിയാണ്. ആക്ടർ എന്നുള്ള രീതിയിൽ റിഫൈൻഡ് ആവേണ്ട ആവശ്യമുണ്ട്. ഇതാണ് അതിന്റെ ടോട്ടാലിറ്റി. ഇത് പല സൈഡിൽ നിന്ന് ഞാൻ കേൾക്കുകയാണ്. ഒരാൾ എന്നുള്ള രീതിയിലല്ല, കൂട്ടുകാരാണെങ്കിലും സിനിമയ്ക്ക് എന്നുള്ളതാണെങ്കിൽ നമ്മുടെ ക്രിട്ടിക്സ് ആണെങ്കിലും റാൻഡമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇത് ഒരാൾ പറയുകയാണെങ്കിൽ ഓക്കെ നമ്മൾ എന്തെങ്കിലും പെടുത്താനാണോ ചെയ്തത്. പക്ഷെ എല്ലാവരും ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇനി ഞാൻ മാറി വേറെ ടൈപ്പ് സിനിമകൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ. ചിലപ്പോൾ ഇപ്പോൾ നമ്മളങ്ങനെ കാണാറുണ്ടല്ലോ, അതായത് സീരിയസ് വേഷങ്ങളും ചെയ്യും എന്നാൽ ഹ്യൂമർ വേഷങ്ങളും ചെയ്യും. അപ്പോൾ എങ്കിലും ഓക്കെ എന്നാൽ വേറെ രീതിയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം കുറച്ച് നാൾ, ഇനി ഇതൊന്ന് ബ്രേക്ക് ചെയ്തേക്കാം എന്നുള്ള ആംഗിളിലാണ് ഞാൻ സീരിയസ് സിനിമകൾ ചെയ്തു. പക്ഷെ അതിന്റെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അതും എൻജോയ് ചെയ്യുന്നുണ്ട്. പല ഫിലിം മേക്കറിന്റെ കൂടെ ചെയ്യാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഞാൻ എൻജോയ് ചെയ്തിരുന്നു. അതും വേണം ശരിക്കും ഒരു ആക്ടർക്ക്. അത് നല്ല മേക്കേഴ്സിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചിലപ്പോൾ നമ്മളെ ഇതിൽ ഹെൽപ്പ് ചെയ്യും. അവരെടുക്കുന്ന പണി നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി എന്താണെങ്കിലും നമുക്കൊരു കുറച്ച് നാൾ ഫ്രീ ആയി ഹാപ്പി സിനിമകൾ ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ്. പിന്നെ അത് രണ്ട് സൈഡിലും അല്ലേ, സിനിമയിലെ ഹാപ്പിനെസ്സും പേഴ്സണൽ ഹാപ്പിനെസ് എന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് സർവ്വമായിക്കകത്ത് ഇമോഷണൽ സീൻസ് ഉണ്ട് ശരിക്കും. അപ്പോൾ എനിക്ക് ഡെത്ത് എന്നുള്ള സാധനം അഡ്രസ്സ് ചെയ്യുന്നത് ഭയങ്കര എനിക്ക് വായിക്കുമ്പോഴും ലിറ്ററേച്ചറിലും എനിക്ക് ആളുകൾ ഡെത്തിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ള സാധനം എനിക്ക് ക്യൂരിയോസിറ്റി ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള അത് ഇമോഷണലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ആ സിനിമയിൽ അതുണ്ട് ഒബ്വിയസ്ലി. അപ്പോൾ അത് പക്ഷെ ഞാൻ നിവിൻ പെർഫോം ചെയ്ത് നമ്മൾ ഷോർട്ട് കട്ട് ചെയ്തിട്ടില്ല. അതിൽ 2 സീനുകൾ വരുന്നുണ്ട്, വിത്തൗട്ട് കട്ടാണ് പോകുന്നത്. അപ്പോൾ നിവിൻ അത് പറഞ്ഞു തുടങ്ങിയിട്ട് നമുക്ക് തോന്നാണ് ഇത് ബ്രേക്ക് ചെയ്യണ്ടല്ലോ. പിന്നെ ഒരാൾ പെർഫോം ചെയ്ത് നമുക്കറിയാം സിംഗിൾ ഷോട്ട് വെച്ചിട്ട് അത് കണ്ടിന്യൂ ആണ്. അങ്ങനെ 2 തവണയായിട്ട് 2 ഷോട്ടുള്ളൂ. പക്ഷെ ആ 2 ഷോട്ടും എനിക്ക് ഇതിനകത്ത് ഫേവറേറ്റ് ആണ്. ഞാൻ അച്ഛനെ കാണിച്ചിട്ടുണ്ട്, അടിക്കാട്ടിരിക്കുമ്പോൾ അച്ഛന് എഡിറ്റ് തുറന്നിട്ട്. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹ്യൂമർ എൻജോയ് ചെയ്യുന്നുണ്ട് പറയുന്ന ആളാണ് ഇത് ചെയ്യുന്നത്. എല്ലാവരും ഇപ്പോൾ നിവിൻ പോളി ഹ്യൂമർ, മറ്റേത് ആക്ടർ, ആ ഒരു സ്പെക്ട്രം നിവിനകത്ത് ബ്രേക്ക് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ എടുത്ത പണിയായിരിക്കാം, കുറച്ച് ഇതൊന്ന് വലിച്ച് ഇങ്ങോട്ടേക്കും എത്തിയിട്ടുണ്ട്. റൊമാൻസ് നിവിൻ ചെയ്തിട്ടുള്ള റൊമാൻറ്റിക് സിനിമകളുണ്ട്, അതല്ലാതെ സട്ടിൽ റൊമാൻസ്. ഇപ്പോൾ അച്ഛൻ്റെ പടങ്ങൾ യൂസ് ചെയ്യുന്ന സട്ടിൽ റൊമാൻസ് ഉണ്ട്, പറയാതെ പറയുന്ന പ്രണയമുണ്ട്. അതിൻ്റെ റിയാക്ഷൻസ് എല്ലാം നിവിനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ എല്ലാവരും കംബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു പുതിയ നിവിൻ പോളി പല ഏരിയ എക്സ്പ്ലോർ ചെയ്ത സിനിമയായിട്ട് എനിക്ക് സർവമായി തോന്നിയിട്ടുള്ളത്. അത് തന്നെയാണ് നമുക്ക് പുതിയ സിനിമ ചിന്തിക്കുമ്പോഴും ഞാൻ അത്രയും ഒരു ഫൺ പടം എന്ന് പറയുമ്പോഴും ഇയാളുടെ ഒക്കെ ആക്ടർ കണ്ടുള്ളതുകൊണ്ട് നമുക്ക് അവിടെയും എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു സിനിമയ്ക്ക് എപ്പോഴും ഫൺ മാത്രമായിരിക്കില്ല, അതിനൊരു ഗ്രാഫ് ഉണ്ടാവും, അതിൻ്റെ ആർക്ക് എവിടെയെങ്കിലും ഇവോൾവ് ചെയ്യണം. അവിടെ ധൈര്യമായിട്ട് എന്ത് സിനിമ പ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നൽ ആസ് ആൻ ആക്ടർ നിവിൻ എനിക്ക് തന്നിട്ടുണ്ട്. ഇതിൽ തന്നെ ഇപ്പം മറ്റ് ഇതുവരെയാണ് ഇപ്പം സെയിം ടൈമിലാണ് ഇപ്പം നിവിനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു തമിഴുണ്ട്. ഇപ്പം നമ്മൾ ഹോട്ട്സ്റ്റാറിന്റെ ഇവന്റിന് കണ്ടാണ് അവിടെ നിവിന്റെ പേര് പ്ലേസ് ചെയ്യപ്പെടുന്ന സമയത്ത് ഫാമയുടെ സീരീസിലാണെങ്കിൽ പോലും അവിടെയുള്ളത് മലയാളി ക്രൗഡേ അല്ല, പൂർണ്ണമായിട്ടൊരു നോൺ മലയാളി ക്രൗഡിന് മുന്നിൽ നിവിന്റെ പേര് പറയുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈ കണ്ടിട്ടുള്ളതാണ്. ശരിക്കൊരു ഇപ്പം രാഹുൽ വൈദ്യൻ എന്ന് പറഞ്ഞിട്ട് ഡാത്തടിയാൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് നെഗറ്റീവ് റോൾ കൂടി എടുക്കാം എന്നുള്ള ഡിസിഷൻ തമിഴിൽ LCU ഫാക്ടർ കൂടി ഉണ്ടാവില്ല. അല്ലേ, വില്ലൻ വേഷം ചെയ്യണം എപ്പോഴോ മുമ്പ് പോലെ ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഒരു ഭയങ്കര വില്ലൻ, അയാൾക്ക് ഒരു നന്മയുടെ ഒരു സൈഡും വരരുത്, അങ്ങനത്തെ ഒരു വില്ലൻ ചെയ്യണമെന്നുണ്ട് ഭയങ്കര ആഗ്രഹം. അതായത് എനിക്ക് തോന്നുന്നു കുറേ വില്ലൻ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു നല്ല ഹീറോ റോള് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പോലെ എനിക്ക് വില്ലൻ വേഷം ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഥ വരുന്നത്. അപ്പം ആദ്യമേ വന്നപ്പോൾ വേറെ ക്യാരക്ടറായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു അവർ ലോകേഷൊക്കെ സംസാരിച്ചപ്പോൾ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ എന്നാൽ മെയിൻ വില്ലൻ സാധനം ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാമത് വന്നത് പുതിയ ക്യാരക്ടറായിട്ടാണ്. അത് ഭയങ്കര രസമായിട്ട് തോന്നി. അത് മെയിൻ വില്ലൻ പ്രോപ്പർ വില്ലൻ ക്യാരക്ടർ തന്നെയാണ്. അതും നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്നാൽ
ചെറിയൊരു ഡാർക്ക് ഹ്യൂമർ ലൈൻ അതിൻ്റെ അകത്ത് ഉണ്ട്, സീരിയസ് ഹ്യൂമർ ഉണ്ട് താനും, എന്നാൽ പ്രോപ്പർ ഒരു വില്ലൻ ഒരു സാധനമുണ്ട്. ഇവർ വന്നു പൊളി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഗിരീഷ് ഏടി. ഇപ്പൊ ഗിരീഷ് തന്നെ നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാണ്, ചേട്ടാ ഇടയ്ക്ക് എന്നോടൊന്ന് ട്രാക്ക് മാറ്റണം, നീ ഇത് തന്നെ ചെയ്യുന്നു എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോ ഇത് പ്രേമലുവിന്റെ സമയത്താണ് ഗിരീഷ് പറഞ്ഞത്, ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്തു എനിക്ക് എന്റെ ട്രാക്ക് മതി. അപ്പൊ നിങ്ങളുടെ കോമ്പിനേഷൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതായത് ഗിരീഷ് ഏടി നിവിൻ ഒരു പെർഫെക്റ്റ്, അതായത് ഇവർ പെർഫെക്റ്റ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന പോലെ അതിലൊരു നിങ്ങൾ ഒന്നിച്ചു വരുന്നു എന്നുള്ള സംഗതി കൂടി ഭയങ്കര ഒരു ബത്ലഹേമാണല്ലോ അടുത്ത വർഷത്തെ ആദ്യത്തെ പടമായിട്ട് ഷൂട്ട് ചെയ്യുന്നത് അല്ലേ? കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ ഇപ്പോഴും ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഇങ്ങനെ ദിൽഷേട്ടനെ കണ്ടപ്പോഴായിരുന്നു ഇതിങ്ങനെ പറഞ്ഞൊരു പരിപാടി ഉണ്ട് കേൾക്കാം. കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു നാട്ടിൻപുറം റോംകോമാണ്, ഫുൾ ഹ്യൂമറുണ്ട്. എന്നാൽ ഗിരീഷ് ഏടി പടം ഉണ്ടല്ലോ, ഒരു ടിപ്പിക്കൽ ഗിരീഷ് ഏടിയുടെ ഒരു സ്റ്റൈലുണ്ട്, അതിൽ വരുന്നൊരു സിനിമയാണ്. ഒരു മമ്മിതയായിട്ടും നമ്മൾ ബോസാനക്കൊല് വർക്ക് ചെയ്തിരുന്നു, പേഴ്സണലി നന്നായിട്ട് അറിയാം. പിന്നെ ടീമും നല്ല രസമുണ്ട്, എല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞാനതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗിരീഷിന്റെ ഹ്യൂമറും സ്പോണ്ടേനിയസ് ആയിട്ട് സ്പോട്ട് പരിപാടികളാണല്ലോ. പ്രേമലു കണ്ട് അച്ഛൻ വിളിച്ചത്, ഞാനാ ഫോൺ കിട്ടുന്നത്. അച്ഛൻ വിളിച്ചിട്ട് അത് പറഞ്ഞു, പലതും പറയും ട്രാക്ക് ഞാൻ സ്ഥിരം കേൾക്കുന്നതാണ്, ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ പോകാൻ പറഞ്ഞു. ട്രാക്ക് മറ്റൊന്നും വേണ്ട, അസലായിട്ട് ചെയ്യുന്നുണ്ട്. ഗിരീഷിന്റെ യൂണീക്ക് അത് ഗിരീഷ് മലയാളത്തിൽ അവിടെ മാത്രം ചെയ്തെടുത്ത് മറ്റേ ഞാൻ ട്രഷർ എന്നാണ് വിളിക്കുന്നത് പറയണമെങ്കിൽ ഒരു ആ ഹ്യൂമറൊക്കെ അല്ലെങ്കിൽ കെമിസ്ട്രി ഹോൾ ചെയ്തോട്ടെ ടീച്ചർ. അപ്പൊ ആ ഒരു യൂണീക് ഹ്യൂമർ ഗിരീഷിന് മാത്രമേ ഉള്ളൂ. അത് ജെനുവിൻ. ശരൺ പറയാറുണ്ട്, ശരൺ വർക്ക് ചെയ്തിട്ടുള്ള ശരൺ ഏറ്റവും ഇഷ്ടമുള്ള 2 ഫിലിം മേക്കേഴ്സ് ഞാനും ഗിരീഷാണ്. രണ്ടുപേരും ജെനുവിൻ ആണെന്ന് പറയാറുണ്ട്. അപ്പൊ വേറെ കെട്ടിക്കാഴ്ചകളില്ലാതെ എന്നാ ചെയ്യുന്ന ജോലിയിൽ ഗിരീഷ് ഉണ്ടാവുന്ന ക്ലാരിറ്റി, സ്പോണ്ടേനിയസ് ആയിട്ട് ഇത് അയാളത് ചിന്തിക്കുന്നത് മാത്രമാണ് ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ. ശരൺ വഴി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈവൻ എനിക്ക് ഏറ്റവും ലുക്കിംഗ് ഫോർവേഡ് സിനിമയാണ്. ഒരു കാര്യമുണ്ടല്ലോ ഇവനിപ്പോ ഞാൻ 15 years പറയുമ്പോൾ നിങ്ങൾ വരുമ്പോ ഒരു അപരിചിത്വം ഉണ്ടാവും ഇൻഡസ്ട്രിയോട്. അതായത് കുറേ വലിയ ആളുകൾ, കുറേ സംഗതി. പക്ഷെ മുന്നോട്ട് വരുമ്പം നിങ്ങൾ അടങ്ങുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ടാണല്ലോ നിങ്ങൾ കൂടി നിയന്ത്രിക്കുന്ന ഞാൻ നിങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രോമിനന്റ് സ്പേസുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ് മാറുന്നത്. ഒരുപാട് സിനിമ വരുന്നു. നമ്മൾ വെറുതെ നോക്കുകയാണെങ്കിൽ ഒരു കൊല്ലം എടുക്കുകയാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച ഒരു പുതിയ ഫിലിം മേക്കറെ ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ വന്ന ഒരു ചേഞ്ചിന് എന്താ കാണുന്നത്? അവിടെ ഒരുപാട് സിനിമകൾ, ഒരുപാട് സീരീസ് ഒക്കെ ഇവിടുന്ന് കാണുവാണല്ലോ. അതിൽ നിവിനൊരു പ്രൊഡ്യൂസർ കൂടി ആയതുകൊണ്ട് പല ആളുകളായിട്ട് പുതുതായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ കൂടി ആഗ്രഹിക്കുമല്ലോ. ശരിക്കും അങ്ങനെ ഒരു ആഗ്രഹം, അതായത് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയെടുത്തുനിന്നാണല്ലോ അഖിൽ സത്യന്റെ ഒപ്പമുള്ള ഒരു പടം പോലും സംഭവിക്കുന്നത്. ഇപ്പൊ ഒരു ടോട്ടൽ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. ഇപ്പോൾ ഒരു മുമ്പുണ്ടായിരുന്ന ഒരു OTT ബൂമൊന്നും ഇപ്പം ഇല്ല. OTT എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ തിയേറ്ററിക്കലി വർക്ക് ആവുന്ന സിനിമകളാണ് എനിക്ക് തോന്നുന്നു എല്ലാ ആക്ടേഴ്സും നോക്കുന്നത്, എല്ലാ പ്രൊഡ്യൂസേഴ്സും നോക്കുന്നത്. തിയേറ്ററിൽ പരിപാടി വർക്ക് ആവുക എന്നുള്ളതാണ്. അതാണ് ഇനി ഒറ്റ തിയേറ്റർ മാത്രമാണ് നമ്മുടെ മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ തിയേറ്ററിൽ വർക്ക് ആവും. നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോഴും അത് തന്നെ ആലോചിച്ചു, തിയേറ്ററിൽ പ്രേക്ഷകർ വന്നിരിക്കുമ്പോൾ അത് ഹാപ്പി ആയിട്ട് കണ്ട് പോകാൻ പറ്റണം. അൺവാണ്ടഡ് ലാക്സോ സാധനങ്ങളൊന്നും വേണ്ട, ക്രിസ്പായിട്ട് നമുക്കിത് എങ്ങനെ കഥ പറഞ്ഞ് തീർക്കാം എന്നുള്ളതാണ്. എല്ലാ സിനിമകളും എനിക്ക് എന്നോട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അഭിനയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്ന സിനിമകളെല്ലാം ഈ തോട്ട് പ്രോസസ്സിലാണ്. ഇപ്പോൾ ഒരു ചേട്ടാ തിയേറ്ററിൽ അടിപൊളിയായിരിക്കും, തിയേറ്ററിൽ സൗണ്ട് ഡിസൈൻ ചെയ്താൽ അടിപൊളിയായിരിക്കും ചേട്ടാ, തിയേറ്ററിൽ അടിപൊളി. അല്ലാതെ ഇത് OTT പ്രേക്ഷകർ കണ്ട് ഹിന്ദി പ്രേക്ഷകർ കാണുന്ന രീതിയിൽ ആരും പറയുന്നില്ല. പക്ഷേ ബഡ്ജറ്റ് രീതിയിലുള്ള കൺസേൺസ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നല്ല സ്കെയിലുള്ള സിനിമകൾ മലയാളത്തിൽ വരണമെന്നാണ്. മലയാള സിനിമയ്ക്ക് കേരളത്തിന് പുറത്ത് നല്ല വാല്യൂ ഉണ്ട്. എല്ലാവരും മലയാള സിനിമയെ കുറിച്ച് സംസാരിക്കുന്നു, ഇവിടുത്തെ റൈറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു. ഒരു റീസെൻ്റ്ലി എക്കോ ഭയങ്കര പേര് കേട്ടു, ലോക പേര് കേട്ടു. അപ്പോൾ ഒരു സിനിമ നന്നായാൽ എല്ലായിടത്തും എത്തും നമ്മൾ. അപ്പോൾ ആ വർക്ക് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇൻഡസ്ട്രിയുടെ ഒരു ഗ്രോത്ത് എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. ഇവിടെ നല്ല സ്കെയിലുള്ള സിനിമകൾ, നല്ല കളക്ഷൻ വരുന്ന സിനിമകൾ വരണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട്. മുമ്പ് 100 കോടി അടിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയർ ആയിരുന്നു. ഇപ്പം അത് കുറച്ച് മാറി തുടങ്ങിയല്ലോ. 100 കോടി 150 കോടി ചെറിയ കോടി അങ്ങനെ ഒരു അത് ഒരു 500 ഒക്കെ ടച്ച് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ സിനിമകൾ വരണം. അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് വരണം, എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യണം. പക്ഷേ ഇൻഡസ്ട്രി അങ്ങനെ കണ്ടിന്യൂസ് ഒരു സ്കെയിൽ വൈസ് ഗ്രോ ചെയ്യണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് മെയിൻ വിഷയം
നമ്മൾ സിനിമകളുണ്ട്, നമ്മുടെ സ്ക്രിപ്റ്റ്സ് ഉണ്ട്, സ്റ്റുഡിയോസ് എല്ലാം പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരും ബഡ്ജറ്റിൽ നമ്മളോട് ഭയങ്കരമായിട്ട് സംസാരിക്കും. അയ്യോ ബഡ്ജറ്റ് കൂടുതലാണ്, ബഡ്ജറ്റ് കൂടുതലാണ്, ബഡ്ജറ്റ്. അതിൻ്റെ റീസൺ നമ്മുടെ സിനിമയിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു പെർട്ടിക്കുലർ ബഡ്ജറ്റിന് മുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിക്കവറി ഇല്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ കാൽക്കുലേഷൻ ഡേറ്റ വെച്ചിട്ടാണ് അവർ സംസാരിക്കുക. അത് മാറണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് ഇങ്ങനെ എല്ലാ ആക്ടേഴ്സും ബിഗ് ഫിലിംസ് വർഷത്തിൽ ഒരിക്കൽ ഒരു പടമെങ്കിലും ഒരു ബിഗ് ഫിലിം ട്രൈ ഔട്ട് ചെയ്താൽ, അതൊരു ടീം വർക്കിൽ, അതായത് പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഡയറക്ടേഴ്സും വർക്കൗട്ട് ചെയ്താൽ, ഒരു 10 ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ 10 ബിഗ് ഫിലിംസ് വന്നാൽ, ഇപ്പോൾ ഒരു 25 crore എന്ന് പറഞ്ഞൊരു ബിഗ് ബഡ്ജറ്റാണ് മലയാളമെങ്കിൽ, നാളെ 50 എന്ന് പറയുമ്പോൾ അത് ഓക്കെ എന്ന് പറയുന്ന രീതിയിലേക്ക് ഗ്രോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻഡസ്ട്രി വലുതാവും, പിന്നെ എല്ലാത്തരം പടങ്ങളും പോസിബിൾ ആവും. ബാക്കി റൈറ്റിംഗ് എല്ലാം അങ്ങനെ തന്നെ ഇപ്പോൾ ഉള്ളത് ഇരുന്നോട്ടെ, പക്ഷെ അതിൽ മാത്രം ഒതുങ്ങാതെ അത് മാത്രം ഫോക്കസ് ചെയ്യാതെ ഒരു ഗ്രോത്തും കൂടി വന്നാൽ ബെറ്റർ ആണ്. പക്ഷെ അത് ഒരു ചില സിനിമകൾ ബഡ്ജറ്റ് ഉള്ളത് കൊണ്ട് മാത്രം 100 കോടി അടിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയും ഭയങ്കര ഹിറ്റ് ആവാൻ സാധ്യതയുണ്ട്. അത്തരം സിനിമകൾ വരിക എന്നുള്ളതാണ്. നമ്മൾ ഈ സംസാരിച്ചതിന് തുടർച്ചയാണ് ഇപ്പം അഖിൽ സത്യൻ വരെയുള്ള ഇപ്പം എല്ലാം ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞൊരു പടം എന്നുള്ളത്, അവരുടെ ഒരു ബോഡി ഓഫ് വർക്ക് ആക്ടറിനെ അപ്രോച്ച് ചെയ്യുന്ന വിധം ഓരോ ആളുടെയും ഓരോ രീതിയിലാണല്ലോ. ഇപ്പൊ പെട്ടെന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിനീതിന്റെ ശൈലി, അൽഫോൺസ് പുത്രന്റെ ശൈലി, എബ്രിഡ് ഷൈൻ്റെ ശൈലി, അൽത്താഫിൻ്റെത്, അഖിലിൻ്റെത്, എങ്ങനെയാണത് വേർതിരിച്ച് പറയാ? ബേസിക്കലി ഞാൻ എപ്പോഴും നോക്കുന്നത് നമ്മൾ ഒരു കണക്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്, ഒരു വൈബ് കിട്ടുന്നുണ്ടോ പരസ്പരം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ചിങ്ങനെ വൈബ് കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ ഡയറക്ടേഴ്സിന് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ചിന്ത. പക്ഷെ പിന്നീട് കുറച്ച് അല്ലാത്ത പടങ്ങൾ ചെയ്തപ്പോൾ മനസ്സിലായി അങ്ങനെ വൈബ് വേണം നിർബന്ധമൊന്നുമില്ല. ഡയറക്ടറിന് ജോലി ചെയ്യുന്നു, നമ്മൾ അഭിനയിക്കാൻ വന്നിരിക്കുന്നു, അഭിനയിക്കുന്നു. ഡയറക്ടർ ഹാപ്പിയാണോ, അല്ലെങ്കിൽ ഡയറക്ടർ കറക്ഷൻസ് പറയും, ഞാൻ ഹാപ്പി അല്ലെങ്കിൽ ഞാൻ അങ്ങനെയും വർക്ക് ചെയ്യാം. വൈബ് വേണമെന്ന് അങ്ങനെ നിർബന്ധം ഇല്ലാന്ന് പിന്നീട് ലേറ്റർ ആണ് എനിക്ക് മനസ്സിലായത്. ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നാൽ മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യാൻ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ചുരുക്കം ആൾക്കാരാണ് നമുക്കിത് തന്നിട്ടുള്ളത്. ഇപ്പം വിനീതാണെങ്കിലും അൽഫോൺസ് ആണെങ്കിലും അൽത്താഫ്, ഇപ്പം അഖിലിനോട് വർക്ക് ചെയ്തപ്പം റോഷൻ ചേട്ടൻ, ഇപ്പം ഭയങ്കര ഫൺ ആൻഡ് ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തതാണ്. ജൂഡിനൂടെ വർക്ക് ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു. അതൊരു അതൊരു സുഖമാണ്. സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ചെല്ലാൻ തോന്നും, അല്ലെങ്കിൽ നമുക്ക് പോയി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽ ചെയ്യും. അത്തരം പരിപാടികൾ ഇനി നോക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഒരു വൈബ് പരിപാടിയിൽ പിടിക്കുക എന്നുള്ളതാണ് ആഗ്രഹം. ഇവരും തിരിച്ച്, ഞാനിപ്പം അഖില് ഈ പടത്തിനിടയിലാണ് അടുത്ത പടം, ഞാൻ അഖിലിന് എന്നോട് കൂടി പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ് ഇപ്പം അടുത്ത പടം പ്ലാൻ ചെയ്യുന്നത് അത് നിവിൻ തന്നെയാണ്. നിവിനിലേക്ക് എനിക്കൊന്ന് നിവിനുമായിട്ടുള്ള എല്ലാവരും അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയും റിപ്പീറ്റ് ചെയ്തിട്ടുമുണ്ട് കൂടുതൽ പേരും. നിവിന്റെ കരിയർ നോക്കി കഴിഞ്ഞാൽ റിപ്പീറ്റ് വാച്ചും അതൊരു എനിക്ക് തിരിച്ചും അവർ അങ്ങനെ ഇപ്പം ജൂഡിന്റെ ഒക്കെ നെയിം ഡ്രോപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ഇവരെല്ലാം ഇനി അടുത്തൊരു കൊളാബറേഷൻ നിവിനുമായിട്ട് വേണം, അല്ലെങ്കിൽ അവരൊരു ഇമ്മീഡിയറ്റ് ആലോചന വരുമ്പോൾ നിവിൻ ആലോചിച്ചതിന് ശേഷം എന്നാൽ മറ്റുള്ളിടത്തേക്ക് പോകാമെന്ന് ചിന്തിക്കുന്ന ഒരു സംഗതി കൂടിയില്ലേ? എനിക്ക് തോന്നുന്നു നമ്മളൊരു ആ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്ത് പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിനപ്പുറമായിട്ടൊരു വേറെ രീതിയിലൊരു അങ്ങനെ ഒരു സംസാരിക്കാറില്ല ഇവരാരെയായിട്ടും. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരും നമ്മളെ തിരിച്ച് ആലോചിക്കുന്നത്. ഒരു സ്റ്റാർ റേറ്റ് ഫീൽ ചെയ്യാറില്ല ഒരിക്കലും നിവിന്റെ കൂടെ വർക്ക്. എനിക്ക് ഉറപ്പാണ് മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇതൊരു വലിയ ഘടകമല്ല. ഒരു സിനിമ പിച്ച് ചെയ്യണമെങ്കിൽ അൾട്ടിമേറ്റ് സ്റ്റാർ യെസ് പറഞ്ഞാൽ ഓണാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത്രയും എക്സ്പീരിയൻസ് സിനിമ പ്രൊഡ്യൂസർ ഓക്കെ, അല്ലാതെ ഒരു 90% ഒരു സ്റ്റാർ സപ്പോർട്ടിനാണ് നടക്കുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഫ്രണ്ട് തന്നെ സ്റ്റാർ ആയാൽ എന്തൊരു, അച്ഛൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, അച്ഛനും പ്രിയനങ്ങളും ഒരു ഹോട്ടൽ റൂമിൽ കിടക്കാണ് മദ്രാസിൽ ഒരു 80s. അപ്പോൾ ലാൽ സാറ് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഇവൻ സ്റ്റാർ ആയാൽ നമ്മൾ രക്ഷപ്പെട്ടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് സംഭവിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ അത് ഒരു സെൽഫിഷ്നെസ് അല്ല, അവരുടെ സന്തോഷമാണ് പറയുന്നത്. അല്ലാതെ ഇവനെ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാന്നല്ല പറയുന്നത്. അതായത് നമ്മളുടെ കൂട്ടുന്ന ഒരാൾ നമ്മുടെ കൂടെ സ്റ്റാർ ആയിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതെന്ന് പറയാം. അത്ര സിനിമകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതിനായിരിക്കും തോന്നുന്നു എനിക്ക്. സിനിമകളെല്ലാം ശരിക്കും സംഭവിക്കും. ഇപ്പം നമുക്ക് ആഗ്രഹിച്ചാൽ പോലും ചിലപ്പോൾ സംഭവിക്കില്ല. സിനിമകൾക്ക് എപ്പോഴും ഒരു സിനിമ അതിൻ്റെ വിധി ഡിസൈഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എഫേർട്ട് നമ്മൾ ഫണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ എഫേർട്ട് ശരിക്കും ഒരു അത്യാവശ്യം പെയിൻഫുൾ ജേണി തന്നെയാണ്. ഇതിൻ്റെ ക്രിയേഷൻ, ഒരു തോട്ട് 1000 തോട്ട് വരും. അതിൽ ഈ തോട്ട് പിക്ക് ചെയ്താൽ പിന്നെ തിരിച്ചു പോകില്ല. അത് ഡെവലപ്പ് ചെയ്ത് ഒരു ഇതായിട്ട് മാറി ഫിനിഷ് ചെയ്ത് വന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് ലെവൽ, പിന്നെ എല്ലാം പേപ്പറിൽ തുടങ്ങിയ സാധനം പിന്നെ ഇവഞ്ച്വലി കോടികളായിട്ട് മാറുന്നു. ആ റിസ്ക് തന്നെയാണ്. അതിനകത്ത് ചിരിയും കളിയും അതിനകത്തൊരു എക്സ്ക്യൂസ് അല്ല. അപ്പൊ ആ ജേണിയിൽ നമ്മുടെ കൂടെ ഇയാളുണ്ടെങ്കിൽ എന്നാണ് ചിന്തിക്കുന്നത്.
അതന്നെ നമുക്ക് കുറച്ചുകൂടി നമുക്ക് സിനിമ എപ്പോഴും ഒരു ഇപ്പോഴും ഒരു ഷുവർട്ടി ഇല്ലല്ലോ, ഇതെന്താണെന്നോ അറിയില്ലല്ലോ. പക്ഷെ നമുക്ക് ക്ലോസ് ടു സക്സസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ആലോചിക്കുന്ന ഒരു പൈലറ്റ് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ വീഴുന്നു പറയെങ്കിൽ വീഴാതെ നിന്ന് ലാൻഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതാണ് അയാളുടെ Safe അവസ്ഥ. landing. ഇത് ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ ഉം. പക്ഷെ അത് സേഫ് ലാൻഡിങ് സിനിമകളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം നഷ്ടം വരാൻ പാടില്ല എന്നാണ്, പ്രൊഡ്യൂസർക്ക് നഷ്ടം വരാൻ പാടില്ല. അതാണ് അൾട്ടിമേറ്റ്. ഇത്രയും പൈസ മുടക്കി ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ അത് ബ്രേക്ക് ചെയ്യാനായി തന്നെ നമുക്ക് ഹാപ്പിയാണ്. ആൾക്കാർ ഹാപ്പിയാണ്. ഇത് റീവാച്ച് ചെയ്യപ്പെട്ടാൽ ഹാപ്പിയാണ്. എനിക്കിപ്പോഴും തിയേറ്ററിക്കലി ആഗ്രഹമുണ്ട്. അത് ഒബ്വിയസ്ലി അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സിനിമ എപ്പോഴും കണ്ടാൽ റീവാച്ച് ചെയ്ത് അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ ഒരു വലിയ, കാരണം അച്ഛൻ്റെ ഞാൻ വളർന്ന കാലത്ത് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ സിനിമകൾ ഞാൻ അനൂപും ബാക്ക് ടു ബാക്ക് അച്ഛൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ റീവാച്ച് ചെയ്യപ്പെടുന്ന സിനിമകൾക്ക് എപ്പോഴും തിയേറ്ററിക്കലിയും കൂടി ഞാനെപ്പോഴും അതാണ് ട്രൈ ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഞാൻ ആക്ച്വലി സിനിമാറ്റിക് വലിയ പടങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. അതൊക്കെ ഇഷ്ടമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് തിയേറ്ററിൽ ഓടുന്ന എന്നാൽ റീവാച്ച് ചെയ്യപ്പെടുന്ന സിനിമ ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് മാത്രമാണ്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും വലിയൊരു ഐറ്റമാണ് ഉപയോഗിക്കുന്നത്. ഇതിനൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് ഇപ്പൊ അൽഫോൺസിനെയൊക്കെ തമിഴ് സംവിധായകനായിട്ട് അവർ കാണുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട അവാർഡും ഇവന്റൊക്കെ പറയുമ്പോൾ അവരുടെ ഇപ്പൊ കാർത്തിക്, ത്യാഗരാജൻ കുമാരാജ, നളനെയൊക്കെ പോലെ അവരുടെ ടീമിനെ കാണുന്നത്. അങ്ങനെ ഒരു ഇവിടുന്നൊരു പടം പോയി ഇപ്പം ഒരുപാട് പേര് മറ്റു ലാംഗ്വേജ് കൂടി പ്രിഫർ ചെയ്യും. ഇപ്പൊ ബെൻസ് അടക്കം ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഇവിടുന്ന് ഒരു പടം മറ്റു ലാംഗ്വേജിലേക്ക് പോവുക, ഒരു ഒറിജിനൽ ഇവിടെ ഉണ്ടാക്കുക, അങ്ങനെ ഒരു പ്രിഫറൻസ് എപ്പോഴും നിവിനുണ്ടായിരുന്നു അല്ലേ? എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു പരിപാടി. പ്രേമം സംഭവിച്ചാണ്. പ്രേമം അങ്ങനെ പ്ലാൻ ചെയ്ത സാധനമല്ല. ഇത് വന്നു, അതങ്ങനെ സംഭവിച്ചു. പക്ഷെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു സബ്ജക്റ്റ് വരിക, ഈ സബ്ജക്റ്റ് ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജുകളിലും സൂപ്പർ ഹിറ്റായിട്ട് അവരുടെ ഫേവറേറ്റ് ഫിലിമായിട്ട് മാറുക, അത് ഒരു വൺ ടൈം വണ്ടർ അല്ലാതെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു കൊടുക്കാൻ പറ്റും. അപ്പം നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഈ സ്കെയിലുള്ള സിനിമകൾ വരുന്നത് പോലെ തന്നെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള സിനിമകൾ ഇതേപോലെ ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് മലയാളത്തിൽ നിന്ന് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ റൂട്ട് മലയാളമാണ്. അപ്പം മലയാളത്തിൽ നിന്ന് അത്രയും നമ്മൾ പുറത്ത് പോകുമ്പോൾ, അതായത് അവർ ചെയ്യുന്നതും സിനിമയാണ്, നമ്മൾ ചെയ്യുന്നതും സിനിമയാണ്. അവരൊരു കഥ എഴുതുന്നു, സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, ആക്ടേഴ്സ് വരുന്നു, അതിൻ്റെ ഫുൾ ടെക്നീഷ്യൻസ് വരുന്നു, ഒരു സിനിമ ഉണ്ടാക്കുന്നു, നമ്മളും ആ പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. അതിൽ എല്ലാവർക്കും കണക്റ്റ് ആവുന്ന രീതിയിലേക്ക് അതൊന്ന് ഡിസൈൻ ചെയ്ത് വരിക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അത്തരം സിനിമകൾ മലയാളത്തിൽ നിന്ന് വരിക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. ഇപ്പം ആക്ടറിന്റെ കാര്യം പറയുകയാണ്. ഇപ്പൊ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ അയാളെ പല സ്പേസിലും കാണാം. ഉറപ്പായും ഒരു ഇപ്പൊ ഫിക്ഷൻ എന്നുള്ള രീതിയിൽ സിനിമ, സീരീസ് അതൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഈ ആക്ടേഴ്സിനെ കാണുന്നുണ്ട്. ഇനാഗ്രേഷൻസ്, ഫങ്ഷൻസ്, ബ്രാൻഡ് അംബാസഡർസ്, അപ്പം അങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ പിന്നെ ബിൽ ബോർഡ്സിലും ടി വിയിലും എല്ലായിടത്തും. ഇപ്പം നിവിനെ സംബന്ധിച്ചുള്ള നിവിൻ അങ്ങനെ ഒരു ഓവർ എക്സ്പോസ്ഡ് ആവാതിരിക്കുന്നതാണോ, അല്ലെങ്കിൽ നിവിൻ കുറച്ചുകൂടി ഒരു എന്താ പറയുക ഉൾവലിഞ്ഞ് അതിനോടൊക്കെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന സിനിമ ചെയ്യുന്നു, ബാക്ക് ടു ഹോം പോലത്തെ അത് ഒരു എന്താ പറയുക ഒരു കോൺഷ്യസ് എഫേർട്ടോ ഡിസിഷൻ അങ്ങനെ എന്തെങ്കിലും ആണ്? എന്നുവെച്ചാൽ നിവിൻ അങ്ങനെ അല്ലേ അത്രമേൽ പരസ്യപ്പെടുന്നില്ല, പക്ഷെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഫ്രണ്ട് സർക്കിളിലോ അതുമായി ബന്ധപ്പെട്ട ഇവന്റിലോ ആണ് അതായത് ഇത്തിരി ഉൾവലിയുന്ന സ്വഭാവം ഉണ്ട്. ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കേണ്ട കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് അത് അത്ര താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ കണക്ട് ആവുന്നില്ല ഇതിനകത്ത് കാര്യം. കൈൻഡ് ഓഫ് സെൽഫ് ബ്രാൻഡിങ് എന്ന് പറയുന്നത് അല്ലേ? അതെ, എന്നാൽ അത് വേണം തന്നെ. അപ്പം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞൊരു ആളുണ്ട്, നിവിൻ പോളി എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, നിവിൻ പോളി എന്ന് പറഞ്ഞ ആക്ടറുണ്ട്. ഈ വ്യക്തി ആക്ടറിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ ആക്ടറിന് കൊടുക്കേണ്ട എല്ലാം കൊടുത്തിരിക്കണം. അത് പേഴ്സണൽ ചോയ്സസ് അതിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആക്ടറിൻ്റെ ഗ്രോത്തിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പം ഇത് രണ്ടായിട്ട് കാണാൻ പഠിക്കണം എന്നൊരാൾ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം അതിലേക്ക് ഇങ്ങനെ എത്തുന്നു. അതായത് ഇതിൻ്റെ ആവശ്യമാണല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്കിഷ്ടം കൂടുതലും നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുക, സിനിമയിൽ പോവുക, ലൊക്കേഷനിൽ പോവുക, നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുക, തിരിച്ചു വരിക, ഫാമിലിയോട് സ്പെൻഡ് ചെയ്യുക. എൻ്റെ സോൺ അവിടെയാണ്. അല്ലെങ്കിൽ യാത്ര പോവുക, ഫാമിലിയോട് ട്രിപ്പ് പോവുക, ഇത് എൻ്റെ സോൺ അവിടെയാണ്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ അതിൽ ഞാൻ ഓക്കെയാണ്. ഇപ്പുറത്ത് വരെ ഞാൻ ഭയങ്കര ഇനിയിപ്പോൾ ഇതെന്തൊക്കെ ചെയ്യണം, കുറേ പരിപാടി ഇപ്പുറത്ത് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന വർക്ക് സംസാരിച്ചാൽ ഇതിനൊന്നും ആവശ്യമില്ല അല്ലേ? ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്തു, ആ സിനിമ സംസാരിച്ചാൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏറ്റവും ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ആവശ്യമായിട്ട് വരും അല്ലേ? ഇവിടെ വർക്കായാൽ അത് അപ്പുറത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്ലക്റ്റ് ആയിക്കോളും. ഇപ്പോൾ ഈ സംവിധായകൻ തന്നെ എഡിറ്റർ ആവുന്നു എന്നുള്ളിടത്ത് പലപ്പോഴും ചില സിനിമകളൊക്കെ എഡിറ്റർ സേവ് ചെയ്യുന്ന പറയും, ചില സ്ഥലത്ത് എഡിറ്റർ ഈ ഇത്രയൊന്നും വേണ്ട കുറെയൊക്കെ വെട്ടി രക്ഷപ്പെടുത്തും എന്ന് പറയും.
പിന്നെ ഇപ്പോഴൊരു ഫൈനൽ ടേക്കിലോ എവിടെയെങ്കിലും കുറച്ചുകൂടി ഒരു കൺവിക്ഷൻ ഉള്ള രീതിയിൽ ഒരുപാട് തവണ എഴുത്തിൽ കണ്ട ഒരുപാട് തവണ ഈ പിന്നെ പ്രിവ്യൂ ഒക്കെ കണ്ടിട്ടുള്ളിടത്തു നിന്ന് എഡിറ്റഡ് ഒരു വേർഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്ന ഒരു വേർഷൻ ഒക്കെ പറയും. ഈ രണ്ട് സിനിമയും സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. എനിക്ക് ആക്ച്വലി ഒരു സിനിമ ഫിനിഷ് ചെയ്യുന്നത് അതിന്റെ എഡിറ്റിങ്ങിലാണ്. അതെൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. ഇപ്പോൾ റൈറ്റിംഗ്, ഡയറക്ഷൻ എന്നുള്ളത് അതിപ്പോഴും എനിക്ക് ഹാഫ് ബേക്ഡ് ആണ്. എനിക്കത് എഡിറ്റ് ചെയ്ത് കണ്ടാലും എനിക്ക് എൻ്റെ സിനിമ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വേറെ ആൾ എഡിറ്റ് ചെയ്യുന്നത് നല്ല കാര്യമൊക്കെയാണ്. അത് ഈ സിനിമയിൽ എനിക്ക് ഒരു കോഡിറ്റർ ഉണ്ട്, രതിൻ്റെ ആദർശ് കോഡിറ്റർ കൂടി ഉണ്ട്. പക്ഷേ കഴിഞ്ഞല്ലോ. അപ്പോൾ പക്ഷേ ഇത് റൈറ്റിങ്ങിൽ തന്നെ ഞാൻ ആക്ച്വലി അച്ഛൻ്റെ സിനിമകൾ ടീസർ എഡിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പ്രകാശനായാലും ജോമോനായാലും. അപ്പോൾ ഒരു ടീസർ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 1000 തവണ കാണണം. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു പ്രിവ്യൂ കഴിഞ്ഞിട്ട് മനസ്സൊന്ന് ഒരു സ്വിച്ച് ഇട്ട് റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും കാണും. ആദ്യമായിട്ട് ഇത് ക്ലിക്ക് ചെയ്യുന്ന ഒരു 20 വയസ്സുകാരൻ ക്ലിക്ക്, സെയിം പ്രിവ്യൂ നമ്മൾ അയാളുടെ ആംഗിൾ കാണും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ആദ്യമായിട്ട് കാണുന്ന ഒരു സ്ത്രീ. ആ ഒരു സ്വഭാവം ഇപ്പം പ്രകാശന്റെ മറ്റേ സദ്യയ്ക്ക് ഓടുന്ന ടീച്ചർ ആയാലും ജോമോനില് ദുൽഖർ മറ്റേ പള്ളിക്കകത്ത്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഇത് കാണുന്ന പല പല ഓഡിയൻസ് എങ്ങനെയായിരിക്കും. ഈ ഒരു സാധനം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എഡിറ്റിംഗിൽ. ഒരു വേർഷൻ കഴിഞ്ഞ് ഞാൻ റീസെറ്റ് ചെയ്തിട്ട് അങ്ങനെ കാണാൻ എനിക്ക് എല്ലാ എഡിറ്റ് പറ്റുമായിരിക്കും. സർവമായാലും പാച്ചുവിനേക്കാളും ഞാൻ ലെങ്ത്തിൽ കുറച്ച് കോൺഷ്യസ് ആയിട്ടുണ്ട്. കാരണം അത് ഇപ്പോഴത്തെ കാലത്ത് ഒരു അധികം ലെങ്ത്തുള്ള സിനിമകൾക്ക് പ്രാക്ടിക്കലി പല പല ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അത് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അധികം ലെങ്ത്ത് പാച്ച് ഓൾമോസ്റ്റ് 2.5 ഉണ്ടായിരുന്നു. ഇത് അത്ര ഉണ്ടാകാൻ പാടില്ല. ഒരു 2.5 മണിക്കൂർ തീരുന്ന സിനിമ. അതിലാണ് ഞാൻ ആകെ കോൺഷ്യസ്. ബാക്കിയെല്ലാം ഇത് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ സന്തോഷമുള്ള കാര്യമാണ് എഡിറ്റിംഗ്. അപ്പോൾ ആ ലോകം ഉണ്ടാക്കി തീരുന്നത് എഡിറ്റിങ്ങിലാണ്. ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. വേറെ ആളുടെ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ കുഴപ്പമില്ല ഓക്കെ എന്ന് പറഞ്ഞ് ഒരു എഡിറ്റ് നന്നായി ചെയ്യും. പക്ഷേ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഓക്കെ അടിച്ചു പോകും ചില സമയത്ത്. എനിക്കറിയാം എൻ്റെ സ്വഭാവം. ഇതാകുമ്പോൾ എൻ്റെ കൺട്രോളിലാണല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് റൈറ്റിംഗ് ഞാൻ എഴുതുന്നത് പോലും ഇവിടെ കട്ട് വരുന്ന എനിക്കറിയാം. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും അനാവശ്യമുള്ളൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. എല്ലാം വലിച്ചു വരെ എല്ലാം ഇടുന്നില്ല. ഒരു ആക്ടറുടെ ഈ റിയാക്ഷൻ, ഈ ക്ലോസ് ഇതിലാണ് ഇത് വരുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ വേറെ അവിടെ നിന്ന് ഒരു സേഫ്റ്റിക്ക് ആ പരിപാടിയില്ല. അതെനിക്ക് തോന്നുന്നു ഈ പെർഫെക്ഷനേക്കാളും കൂടുതൽ കൺഫ്യൂഷനാണത്. ആൾക്കാർ പറയും എല്ലാ ആംഗിളും നിർത്തേക്കാം, പെർഫെക്റ്റ് ആവട്ടെ. അത് കൺഫ്യൂഷനാണ്. അച്ഛൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്പോട്ട് എഡിറ്റിംഗ് ഇല്ല. ഇത് കാണാൻ വേറെ ഓപ്ഷൻ ഇല്ല. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേക്കിലേക്ക് പോകും. മറ്റേ ഇരുന്ന ലാപ്ടോപ്പിൽ റീവാച്ച് ഇല്ല. അത് അച്ഛൻ്റെ കൂടെ ശീലമാണ്. ഞാൻ ഫിലിം മുതൽ അച്ഛനോട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അച്ഛൻ്റെ സ്പീഡ്, അച്ഛൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അസോസിയേറ്റഡ് ഡയറക്ടറാണ് അന്നത്തെ കാലം, പ്രൈം മിനിസ്റ്റർ കാലം മുതൽ. അപ്പോൾ ആ സ്പീഡിലാണ് പോകുന്നത്. ഓരോ ഷോട്ടും എഡിറ്റിലും നമുക്ക് പേനയും പേപ്പർ മാത്രമേ ഉള്ളൂ. മനസ്സിനകത്ത് സ്ക്രീനിൽ എഡിറ്റ് ചെയ്ത് പോയാൽ മാത്രമാണ് അച്ഛൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അത് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫിലിം മേക്കിങ്ങിൽ. അത് മാത്രമാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അനാവശ്യമായുള്ള എഫേർട്ട് എല്ലാം പോകുന്നു. ഈ നമ്മൾ സെറ്റിൽ റിലാക്സ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രധാന ഘടകം ഷൂട്ട് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്യുന്ന ചിൽ ടൈം. നമുക്ക് കിട്ടുന്ന ചിൽ ടൈം എന്നുള്ളത് വേസ്റ്റേജ് കുറയ്ക്കുന്നത് മാത്രമാണ്. എനിക്ക് സുഖം. ഞാൻ വരുമ്പോൾ ചോദിക്കും മക്കിലെ ഏതാ സീൻ? ചെറിയ സീനാണ്, ഒരു 2 പേജ് സാധനമുള്ളൂ. എത്ര ഷോട്ട് ഉണ്ട്? അത് അവിടെ നിന്ന് 5 ഷോട്ട് 2 മണിക്കൂറിൽ പോകാന്ന് പറഞ്ഞു. കറക്റ്റ് 2 മണിക്കൂറിൽ പോകുന്നത് എഡിറ്ററാണല്ലോ. അപ്പോൾ ആവശ്യം അത് എടുക്കില്ലെന്ന് എനിക്കറിയാം. ചില വരൂ, വന്നിട്ട് നമുക്ക് നോക്കാം, വന്നിട്ട് നമുക്ക് ഒരു മൂഡ് പോലെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 1 ഡേ അങ്ങോട്ട് പോകും. ഇത് മറ്റേ 5 ഷോട്ട് പെട്ടെന്ന്. അതിങ്ങനെ സിബി സാറായാലും വിനീത് ചെയ്യാറുണ്ട്. വിനീതായാലും അതല്ലെങ്കിൽ വിനീത് വരെയുള്ള തലമുറ ചെയ്യാറുണ്ട്. അപ്പോൾ പ്രിയനങ്ങളായാലും, ഞാൻ പ്രിയനങ്ങളുടെ ഒരു ഷൂട്ടാണ് പോയി, പുതിയ സിനിമയുടെ സെയ്ഫ് അലി ഖാൻ അക്ഷയ് കുമാറിന്റെ പറക്കാണ് ഷൂട്ട്. അതായത് ക്യാമറമാനെ നിൽക്കാൻ സ്ഥലമില്ല. അയാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇരുന്നിരുന്നെങ്കിൽ, പക്ഷെ സമ്മതിക്കില്ല. കാരണം കഴിഞ്ഞു വാ. സെയ്ഫ് അലി ഖാനൊക്കെ ഇവിടെ നാടൻ പയ്യനെ പോലെ നിൽക്കുകയാണ്. അയാൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അയാൾക്കും ആഗ്രഹമുണ്ട് റെസ്റ്റ് ചെയ്യാൻ. പക്ഷെ അതായത് ടകടക്കാന്ന് സീൻ കഴിഞ്ഞാൽ പിന്നെ തമാശയാണ്. പക്ഷെ അവർക്കകത്ത് ആ മൂഡിൽ നിന്ന് ചെയ്യാൻ പറ്റി. ഈ സ്പീഡ് എന്തുകൊണ്ട് കിട്ടുന്നു? അത് അവർക്കകത്ത് എഡിറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ്. ഒരു ഫിലിം മേക്കർ അക്കിര കുറോസാവ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു സിനിമ ഉണ്ടാക്കുന്ന പേനയും പേപ്പറും മാത്രം മതി, വേറെ നിങ്ങൾക്ക് ഒന്നും ആവശ്യമില്ല. അതിനകത്ത് ഇൻക്ലൂഡിങ് എഡിറ്റിംഗ് ആണ് അതിനകത്ത് വരുന്നത്. അല്ലാതെ ചുമ്മാ വലിച്ചു വരെ എഴുതി വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ആൾക്കാർ ഇങ്ങനെ പല പല ക്യാമറകളിൽ പല ആംഗിൾ എടുത്തിട്ട് അത് എഡിറ്റിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അയാൾക്ക് വിഷൻ ഇല്ലാന്ന് മനസ്സിലാവും. അയാളെ സിനിമ കണ്ടിട്ടില്ല. ഞാൻ ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്ന എനിക്കറിയില്ല. ഞാൻ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഷോർട്ട് ഡിവൈഡ് ചെയ്യും? അച്ഛൻ പറയുന്നുണ്ട് ഇവിടെ ക്ലോസ് വരും, ഇവിടെ ട്രാക്ക് വരും. ഞാൻ അതൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പണി പാളിയില്ല എന്നുള്ളത് ഇത് നമുക്കറിയില്ലല്ലോ തോന്നും. പക്ഷേ സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം സ്ക്രീനിൽ ഇത് കാണും. ഇപ്പം നിവിൻ വരുന്ന ഷോട്ട് അർജുനെ കാണാൻ പോകുന്നു, കണ്ണടച്ചിട്ട് കണ്ടാൽ നിവിൻ വരുന്ന ഷോട്ട് കണ്ടു, അത് മാത്രം എടുക്കുന്നുള്ളൂ. അതാണ് ഷോട്ട് 1. നമ്മൾ മനസ്സിൽ കാണുന്ന സിനിമയാണ് ഈ ഷോർട്ട് ഡിവിഷൻ. ആ ടെക്നിക്ക് പിടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റിംഗ് അവിടെ കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്തിനാ വേസ്റ്റേജ്? ഇത് അവിടെ നിന്ന് ജിബ് എടുക്കണോ? ഇത് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ആ വരുന്ന ഷോട്ട് ഒരു മണി കാണിക്കാൻ പറ്റുള്ളൂ. ഇത് വളരെ ആക്ടേഴ്സിന് എനിക്ക് കുറച്ചുകൂടി അവർക്ക് ക്ലാരിറ്റി കിട്ടും. ഇതിവിടെ മാത്രമേ വരുള്ളൂ. എന്തായാലും ഈ
ഈ വർഷത്തെ അവസാനത്തെ റിലീസുകളിലൊന്നാണ് ഉം. 2025. അപ്പം ഉം, ഉം. 2025 നിന്ന് അതെ. നമുക്ക് എടുത്തു വെക്കപ്പെടാവുന്ന അതെ. ഓർത്തു വെക്കാവുന്ന സിനിമയായിട്ട് സർവമായ മാറട്ടെ. താങ്ക് യു. താങ്ക് യു. Thank you. താങ്ക് യു.